കുടുംബാംഗങ്ങളെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമ്മൾ നടത്തി വരുന്ന ഒരു യജ്ഞം, അതായത് ആളുകളെ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായുള്ള എല്ലാ രീതിയിലുമുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുക എന്നുള്ള ഉദ്യമം എന്നാൽ കഴിയാവുന്ന രീതിയിൽ ദേവിയുടെ ഒരു വലിയ ഒരു ഭക്തനായിട്ട് ഒരു കയ്യാളായിട്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവി പറയുന്നത് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. എനിക്ക് എൻ്റെതായ ഒരു കഴിവും എനിക്ക് അവകാശപ്പെടാനില്ല. കാരണം ജീവിതത്തിൽ എൻ്റെതായ രീതിയിൽ എല്ലാ രീതിയിലും നമുക്ക് പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ്. എല്ലാ രീതിയിലും പരാജയപ്പെട്ട വ്യക്തിയാണ്. അപ്പോഴാണ് ദേവീശ്വരൻ നമ്മളിലേക്ക് കടന്നു വരുന്നത്. എല്ലാ വാതിലും അടയ്ക്കുമ്പോഴാണ് അവരുടെ ഉള്ളിലോട്ട് നോക്കുന്നത്, അല്ലേ? അപ്പം എല്ലാ വാതിലും എന്നെ ആരും രക്ഷിക്കത്തില്ല എന്ന് മനസ്സിലാകുമ്പോഴേ നമ്മളോട് നോക്കാം. എന്നെ അടുക്ക വരുന്ന ആളുകളോട് പറയാറുണ്ട്, ശ്രീധരൻ നമ്പൂതിരി നിങ്ങളെ രക്ഷിക്കുമെന്ന് വിചാരിക്കണം, അല്ലേ? നിങ്ങളെ രക്ഷിക്കാനുള്ള ആളിനെ കാണാൻ തോന്നുമ്പോൾ കണ്ണാടി നോക്കാനാ പറയാം, അല്ലേ? കാരണം ദേവിയെ ഡയറക്ടർ എടുക്കണമെന്ന കാര്യം ഒരു മധ്യവർത്തിയുടെ ആവശ്യം നമുക്കില്ല. മാനസികമായ ഒരുപാട് രോഗങ്ങളും ദുരിതങ്ങളുമായിട്ട് വന്ന ഒരുപാട് പേര് ഈ മുന്നോട്ട് തന്നിട്ടുണ്ട്. എല്ലായിടത്തും കൈവിട്ടിട്ട് മെഡിക്കൽ സിസ്റ്റം മെഡിക്കൽ കോളേജ് വരെ പോയിട്ട് നടക്കാൻ പറ്റാതിരുന്ന സാഹചര്യങ്ങളിലൂടെ വന്നിട്ട് അത് മാറ്റിക്കിട്ടത് ദേവിയുടെ ഒറ്റപ്പെടുത്തുകൊണ്ട് മാത്രം. ദേവിയുടെ ആ വൈഭവം കൊണ്ടാണ്. എന്തോ അത്ഭുതങ്ങളാണ് നടക്കുന്നത് നമുക്കറിയാം. അപ്പൊ ഇവിടെ ഈ ഒരു പ്രോഗ്രാമിന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര ആൾക്കാർ വരുന്നത്. എങ്കിലും എല്ലാവരുടെയും സഹകരണം എല്ലാവരും എത്തി. ദേവിയോടുള്ള ഭക്തി കൊണ്ടാണ് എല്ലാവരും എത്തിയിട്ടുള്ളത്. എനിക്ക് വ്യക്തമായി അറിയാം. എന്നുള്ളത് ഇത്ര ആളുകൾ ഒന്നിച്ച് കാണുമ്പോൾ വളരെ സന്തോഷമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന എഫർട്ട് പാഴാവുന്നില്ല, നമ്മൾ കഷ്ടപ്പെടുന്നത് പാഴാവുന്നില്ല എന്നുള്ള ഒരു സന്തോഷം. അപ്പൊ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ആത്മമായി ഞാൻ പ്രോഗ്രാമിലേക്ക് അഭിനന്ദിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തു. ഒരുപാട് മാർക്കറ്റുകളിലുണ്ട്. എല്ലാവരുടെ പേര് ഞാനിട്ട് പറയുന്നില്ല. എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് മാർക്കറ്റുകൾ എല്ലാവരെയും സ്വാഗതം ചെയ്തു. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പ്ലാൻ ചെയ്യുന്ന പ്രോഗ്രാംസ് ശ്രീയഗ്രപൂജയാണ്. ഒരു തടസ്സമില്ലാതെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചു എന്നാണ് വിശ്വാസം, അല്ലേ? അതൊരു ഭാഗ്യം. നടക്കാൻ ആഗ്രഹിച്ചാൽ നടത്താൻ പറ്റുമെന്ന് ശ്രീയഗ്രപൂജയൊക്കെ പലയിടത്തും അങ്ങനെ വെച്ചിട്ട് മുടങ്ങി പോകാറൊക്കെ ഉണ്ട്. പക്ഷെ ദേവിക്ക് ആനുകൂല്യം പോലുള്ള സ്നേഹം കൊണ്ട് കാര്യങ്ങൾ പങ്കെടുക്കും. അടുത്തത് ഉദ്ഘാടനത്തിന് ശേഷം കാശ്മീരി ശൈവ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാശ്മീരി ശൈവ സിദ്ധാന്തം പ്രായോഗികമായി ജീവിതത്തിൽ എങ്ങനെയെന്നുള്ള അടിസ്ഥാനമാക്കി ചെറിയൊരു ക്ലാസ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യും. അതിനുശേഷം ലഞ്ചിന് ശേഷം കുണ്ടലിനി അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ഇരുട്ടത്ത് തപ്പിത്തരുന്ന ആളുകളാണ് ശരിക്കും, അല്ലേ? നമ്മളൊക്കെ ചുരുങ്ങിയ കാലത്തുള്ളിൽ മരിച്ചു പോകാൻ പോകുന്ന ആളുകളാണ്. ഈ മരിച്ചു പോകുന്നതിന് ശേഷം അവിടെ ചെല്ലുമ്പോൾ കരുതില്ല. അപ്പം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഊർജത്തിന്റെ പല രീതിയിലുള്ള പ്രാണന്റെ ഗതിവിഗതികളുടെ ഡിഫറൻസ് വ്യത്യാസം കൊണ്ട് പലതരത്തിലുള്ള രോഗദുരിതങ്ങൾ ഓട്ടോയിമ്യൂൺ ഡിസീസ് ഉൾപ്പെടെയുള്ള പലവിധ രോഗദുരിതങ്ങളുമായിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ട് അത് മാറ്റിയെടുക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടുണ്ട് ദേവി ഉപാസനയിൽ. അങ്ങനെയുള്ളവരുടെ പല ആളുകളുടെ അനുഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സമാനമായ പ്രശ്നം ഉള്ള ആളുകൾക്ക് വളരെ ഒരു മോട്ടിവേഷനും അവർക്ക് ഇത് എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാക്കാൻ പറ്റുന്ന വലിയ ഭാഗ്യമാണ്. എനിക്കിപ്പോൾ ഒരു പ്രശ്നമുണ്ടല്ല, പരിഹരിച്ചു കഴിഞ്ഞാൽ എനിക്കത് എങ്ങനെ പരിഹരിക്കാൻ അറിയാം, ശരിയല്ലേ? പക്ഷെ എനിക്ക് നാളെ മറ്റൊരു പ്രശ്നം വന്നതായിട്ടോ മറ്റൊരു പ്രശ്നം വരാം. മറ്റൊരു പ്രശ്നം പരിഹരിച്ച വേറെ ആളെ മനസ്സിലാവുന്നു. അപ്പൊ ഇവരെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഗുണം ഈ ആളെ നാളെ മറ്റേ അനുഭവം വരാനിരിക്കുകയാണ്. മറ്റേ അനുഭവം വരുമ്പോൾ ആ വ്യക്തിയുടെ ആ ഒരു അനുഭവങ്ങളൊക്കെ പ്രകടനമാവും. ഇത് ഞാനിതെല്ലാം കൂടെ പറഞ്ഞാൽ തള്ളുവാന്ന് വിചാരിക്കും. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അവരവരെ പറയുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു മടിയില്ലാതെ നിങ്ങളുടേതായ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത ആളുകളെ ഒരു സ്വഭാവവും ഇല്ലാതെ നമുക്ക് വട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങളുടെ കുണ്ടലിനി അനുഭവങ്ങൾ കൃത്യമായിട്ട് പറയണം. അത് ഗൈഡ് ചെയ്യാൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സംശയമുള്ളവർക്ക് സംശയം കറക്റ്റ് ചെയ്യാം. അനുഭവങ്ങൾ നല്ല രീതിയിൽ അത് പരിഹരിച്ച ആളുകൾ ശകലമെങ്കിലും പുറമുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുള്ള ആളുകളൊക്കെ ആ ടെക്നിക്സ് പറയണം. അത് നമുക്ക് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ട് അടുത്ത ആളുകൾക്ക് പ്രയോജനമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അടുത്ത തലമുറയ്ക്ക്
സത്യം പറഞ്ഞാൽ പല രോഗങ്ങൾക്കും ദുരിതങ്ങൾക്ക് ഡോക്ടർമാരുടെ ഒരു പരിഹാരമില്ല എന്നുള്ളതാണ് സത്യം നമുക്ക് മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? കുറെ കാര്യങ്ങൾക്ക് അവർക്ക് പ്രാധാന്യം. അപ്പൊ അത് ചെയ്യാമോ? അപ്പൊ അത് തരുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ എനിക്കും ഉണ്ടാവാം. എല്ലാവരെയും അനുഗ്രഹങ്ങൾ പറയുന്നു. ഇന്നിവിടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് എന്നെ വളരെ വലിയ മഹത്തായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നോക്കുകയാണ്. കാരണം എൻ്റെ ചേട്ടനാണ് പരമേശ്വരൻ നമ്പി കഴിഞ്ഞ ശബരിമല മേൽശാന്തിയായിരുന്നു. അപ്പോൾ നിങ്ങൾ യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയപ്പോൾ അത് കണ്ടിട്ടുണ്ടാവും അല്ലേ? അദ്ദേഹത്തിൻ്റെ അനുമോദന ആശംസകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ കിട്ടിയത് വളരെ ഭാഗ്യമാണ്. തിരക്കുണ്ടായിട്ടും എത്തിച്ചേർന്ന് നമ്മൾ എൻ്റെ പരിപാടിയാണ് നടത്തി ചേർന്നത്. അദ്ദേഹം നമ്മളൊക്കെ റോൾ മോഡലായിട്ട് കാണുന്ന ആളാണ്. അദ്ദേഹമാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പൂജാ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എല്ലാ രീതിയിലും സാമ്പത്തികമായിട്ടും ഒക്കെ അദ്ദേഹമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് കിട്ടിയത് വളരെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ ഗുരുസ്ഥാനത്ത് പഠിച്ചു തന്നെയാണ് അദ്ദേഹത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തിട്ട് വന്ന് ശ്രമിക്കാനായിട്ട്. ഓരോരുത്തരെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതിൻ്റെതായ പ്രത്യേകത. നമ്മളിൽ അടങ്ങിയിരിക്കുന്ന ഈശ്വരാംശം തന്നെയാണ് തൊട്ടടുത്തിരിക്കുന്ന ആളുകൾ അടങ്ങിയിരിക്കുന്നത്. അതുതന്നെയാണ് സർവ്വരാജാക്കളും അടങ്ങിയിരിക്കുന്നത് എന്ന ബോധ്യം വന്നത് മഹാമായയെ ഹൃദയ കമലങ്ങളിൽ പ്രദർശിച്ച് ശ്രീവിദ്യ ഉപാസകരായി തീർന്ന നിങ്ങൾ ഓരോരുത്തരുടെയും പാരായണങ്ങളിൽ എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകതകളുണ്ട്. അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ സ്വാമി തിരുവടികളുടെ ജന്മദിനമാണ്. ഭഗവാന്റെ നക്ഷത്രം തന്നെയാണ് അദ്ദേഹത്തിന്റെ നക്ഷത്രം. തിരുവാതിര ശ്രീ പരമേശ്വരന്റെ അംശാവതാരമായിട്ടാണ് സനാതന ധർമ്മത്തിന്റെ രക്ഷയ്ക്കായി അതിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവതരിച്ച ശ്രീ ശങ്കരാചാര്യ തിരുവടികളുടെ പതാകങ്ങൾ ആത്മീയമായ അറിവ് വളരെയധികം നേടിയ ഈ പ്രബുദ്ധമായ സദസ്സിൽ ഒരു വലിയ പ്രഭാഷണം നടത്തുക എന്ന് പറഞ്ഞാൽ അതാണ് വിവേകം. എങ്കിലും മഹാമായയുടെ വൈഭവം നമുക്ക് വർണ്ണിക്കാനാവില്ല. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്ന ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും ദേവന്മാരും പോലും പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദേവിയെ ഭജിച്ച് പ്രീതിപ്പെടുത്തി ദേവിയുടെ അനുഗ്രഹത്തിന് പ്രാപിക്കുകയായി. ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ സ്വർഗാരോഹത്തോടുകൂടി ദ്വാപരയുഗം അവസാനിച്ചു, കലിയുഗം ആരംഭിച്ചു. ഈ കലിയുഗം ആരംഭിച്ചപ്പോൾ ഋഷീശ്വരന്മാർക്കൊക്കെ ഒരു ഭയം, കലി ബാധിച്ചാൽ നാളെ എന്താകും. അപ്പോൾ ഈ മഹർഷീശ്വരന്മാരെല്ലാം ബ്രഹ്മാവിനെ കാണുന്നു. ബ്രഹ്മാവ് ഒരു നേവി, ഒരു ചക്രം സൃഷ്ടിച്ചു. അത് ഇങ്ങനെ ഉരുട്ടി വിടുകയാണ്. ഇത് ചെന്ന് പതിക്കുന്നിടം, ഈ നേവി പതിച്ച് നശിക്കുന്നിടം നൈവിശാരണ്യം അറിയും. അവിടെ ഇരുന്നാൽ
യാഗങ്ങൾ ചെയ്യുന്നതും ശൂത സംവാദവും നടനാരായണന്മാരുടെ മക്കൾ അങ്ങനെ പരിബാധിക്കാത്ത നൈശാചര്യത്തിന് തുല്യമായി ദേവലോകമൊക്കെ ഇരിക്കുമ്പോൾ ഒരിക്കൽ ഭയങ്കരമായ തപം, ഭയങ്കരമായ ചൂട്, ഒരു ദേവലോകത്ത് പോലും ദേവന്മാർക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റാത്തത്ര അസഖ്യമായ ചൂട്. ഇതിൻ്റെ കാരണം വരെ ദേവന്മാരുണ്ടാകും ബ്രഹ്മാവിനെ ചെന്ന് ബ്രഹ്മാവ് പറഞ്ഞു, അവിടെ ഒരു വസ്തുത ഘോരമായ തപം ചെയ്യും. ആ തപത്തിൻ്റെ ചൂടാണ്. ഞാൻ ഇവിടെ തന്നെ പ്രത്യക്ഷപ്പെട്ട് ആ വരപ്രസാദങ്ങൾ നൽകി ഇത് ഈ തപത്തിൽ നിന്നും രക്ഷിക്കാം. ബ്രഹ്മാവ് അരുണൻ പ്രത്യക്ഷപ്പെടുന്നു. വരുണൻ ബ്രഹ്മാവിനോട് ബ്രഹ്മാവ് സംപ്രീതനായി ഇഷ്ടമുള്ള വരം ചോദിക്കാൻ പറയുന്നു. അരുണൻ ആവശ്യപ്പെടുന്ന അമരത്വം മരണമില്ലാത്തൊരു അവസ്ഥ. ബ്രഹ്മാവോടെ ഇറപ്പ് നൽകാൻ പറ്റില്ല. മറ്റെന്തെങ്കിലുമൊക്കെ ചോദിക്കുക. അപ്പം അങ്ങനെ വന്നപ്പോൾ അരുണൻ നാൽക്കാലികളെ കുറിക്കാൻ പാടില്ല, ആയുധങ്ങളെ കുറിക്കാൻ പാടില്ല, സർപ്പദർശനത്താൽ വിഷമേൽക്കാൻ പാടില്ല, ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയുമ്പോൾ തഥാസ്തു എന്ന് പറഞ്ഞ ബ്രഹ്മാവ് പെട്ടെന്ന് പറയുന്നു. തന്നെ ഏകദേശം കുറേ കാര്യങ്ങളായി. മനുഷ്യർക്കോ നാൽക്കാലികൾക്കോ ഒരിക്കാൻ പാടില്ല, ആയുധങ്ങളെയോ ഒഴുകാൻ പാടില്ല, സർപ്പദർശനമേറ്റ് വിഷമുണ്ടാകാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ നിശ്ചയിക്കുന്നു. അസുരലോകത്തിരുന്നു അസുരന്മാരെല്ലാം തന്നെ വരപ്രസാദത്തിൻ്റെ കാര്യം അറിയിച്ചു. വരപ്രസാദത്തിന് വിവരം അറിയിച്ചു കഴിഞ്ഞിട്ട് അവർക്കെല്ലാവരോട് കരുണനെ രാജാവ് രാജാവായി ഇങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ദൂതനെ വെച്ചു. ദൈവത്തിന് ആ പദവിയിൽ നിന്ന് മാറണം. ഞാനാണ് ശരിക്കും ദൈവത്തിനാകാൻ യോഗ്യൻ. കാരണം ഇന്ത്യയിലുള്ള പ്രസാദം കൊണ്ട് എൻ്റെ ആൾക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ഉടനെ തന്നെ ബ്രഹ്മാവിനെ കാണും. ബ്രഹ്മദേവൻ പറയും, ചെയ്യാൻ ഞാൻ ഈ വരങ്ങളൊക്കെ കൊടുത്തുപോയത് നമുക്ക് മഹാവിഷ്ണുവിനെ കാണും. മഹാവിഷ്ണുവിനെ കാണും. മഹാവിഷ്ണു ഞാൻ പ്രശസ്തനാണ്, നമുക്ക് മഹാദേവനെ കാണും. ബ്രഹ്മാവ് മഹാവിഷ്ണു എല്ലാം കൂടെ മഹാദേവനെ സമീപിക്കും. മഹാദേവൻ ഇങ്ങനെയൊക്കെയുള്ള വരങ്ങൾ നൽകിയ സ്ഥിതിക്ക് ഞാൻ പ്രസക്തനാണെന്നുള്ളത് അപ്പോഴത് അശ്ലീലമുള്ള ദേവിയെ പ്രാർത്ഥിക്കുക. അപ്പോൾ ബ്രഹ്മേശ്വരന്മാരും ദേവന്മാരും എല്ലാം ദേവിയെ ധ്യാനിച്ച് പ്രീതിപ്പെടുത്തി പ്രത്യക്ഷപ്പെടുത്തി ദേവിയോട് കാര്യങ്ങൾ പറയുന്നു. ദേവി ഉടൻ തന്നെ പരിഹാരം കാണാമെന്ന്. അക്കൂട്ടത്തിൽ തന്നെ നമ്മുടെ ദേവേന്ദ്രൻ തന്റെ ഗുരുവായ ബൃഹസ്പതിയോട് പറയുന്നു, രണ്ടനേറ്റത്തിലാണ് രണ്ടന്റെ തപോബലം കിടക്കുന്നു. ഇത്രയും തപോബലമുള്ള അതിനെ നേരിടുക. ബൃഹസ്പതി രണ്ടൻ്റെ അടുക്കത്തിലാണ്. അപ്പം അങ്ങനെന്താണ് അന്ന് ദേവഗുരുവല്ലേ, ഇങ്ങനെന്തിനാണ് എന്നെ കാണാമെന്നത് തിരിച്ചൊരു ചോദ്യം ചോദിക്കും. അവരുടെ ശക്തിമാനായിട്ട് ഗായത്രി ദേവി എന്തിനാണ് ഉപാസിക്കുന്നത്? തന്നേക്കാൾ ശക്തി കുറഞ്ഞ ഗായത്രി ഉപാസന അതോടുകൂടി നൽകുക. ആ ഒരു തോന്നലിൽ ഈ
ജീവിതത്തിലൂടെ ധ്യാനത്തിലൂടെയൊക്കെ നേടിയ ആ തപശക്തി നിലനിർത്തണമെങ്കിൽ ഗായത്രി മന്ത്രങ്ങളുടെ ഉപാസന ആവശ്യമാണ്. ഉപാസന നടത്തുന്നതോടുകൂടി തപോബലം കുറയും. ദേവി ലക്ഷക്കണക്കിന് ഭ്രമരങ്ങളെ സൃഷ്ടിച്ചു എന്നാണ്. ഭ്രമരങ്ങൾ ആകാശത്ത് വന്നിട്ട് കാർമേഘം വന്ന് കൂടിയ പോലെ, മഴക്കാറ് പോലെ അങ്ങ് ഒന്നും കാണാനൊക്കാത്ത രീതിയിൽ ആകാശം പറഞ്ഞു വരും. അത്രയ്ക്കധികം ഭ്രമരങ്ങളെ സൃഷ്ടിച്ചു. ദേവിയുടെ ആജ്ഞാനുസരണം ഒരു നിമിഷം കൊണ്ട് ഈ ഭ്രമരങ്ങൾ അരുണന്റെ ഹൃദയം തുളച്ചു കയറി വധിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ദേവാദി ദേവന്മാരും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്ന പ്രവൃത്തികൾ പോലും ദേവിയെ പ്രാർത്ഥിച്ച് അനുഗ്രഹത്തിനായി നിലകൊണ്ടു പോകുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ ദേവിയുടെ മാഹാത്മ്യം മനസ്സിലാക്കി അത് ഹൃദയകമലങ്ങളിൽ ദേവിയെ പ്രതിഷ്ഠിച്ച് ആദരിച്ച് പോരുന്ന നിങ്ങൾ ഓരോരുത്തരെയും കാണാനായാലും വളരെയധികം സന്തോഷം. പണമല്ല, മനസ്സാണ് ദാനത്തിന് മുഖ്യം. നിങ്ങളെല്ലാവരും ഭഗവതിയെ മനസ്സർപ്പിച്ച് തൻ്റെ മറ്റ് ശീലങ്ങളൊക്കെ മാറ്റി ഇന്നലെ വരെ നമ്മൾ എന്തായിരുന്നു എന്നതിലുപരി നല്ലൊരു വ്യക്തിത്വത്തിനുപരിയായി ആത്മാർത്ഥതയോടുകൂടി ഭഗവതിയുടെ പാദങ്ങളിൽ ചേരാൻ ചിത്രവകരയായാലും മലയാളത്തിലായാലും കൊടുങ്ങല്ലൂരായാലും ഭദ്രകാളി ക്ഷേത്രങ്ങളിലായാലും മറ്റു ഭദ്രകാളി ക്ഷേത്രങ്ങളിലായാലും ചെത്താനിക്കരയായാലും ഇവിടെ ചക്രവർത്തികാവിലായാലും മറ്റു ദുർഗാദേവി ക്ഷേത്രങ്ങളിലായാലും ചെറുപ്പത്തിൽ അന്നപൂർണശ്രീ ആയാലും കട്ടുകാലമ്മയായാലും എല്ലാം ഒന്നു തന്നെയാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു ആ ശക്തിയെ മനസ്സിൽ ഉൾക്കൊണ്ട് അതിനുമായിട്ട് ഉപാസനാക്രമത്തിലൂടെ പ്രധാനം പ്രാപിച്ച് ഭഗവത് പാദത്തിലേക്ക് ചേരാൻ നിയോഗിതരായ നിങ്ങളെല്ലാവരെയും ഭഗവതി ജഗന്മാതാവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കലിയുള്ളവനായ ശ്രീധർമ്മസത്താവിനെ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് ഏവർക്കും പ്രാർത്ഥിച്ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യോഗം ഔപചാരികമായി നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാത്തോടും ഉദ്ഘാടനം ചെയ്യുന്നത് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സംഭാഷണം നമുക്ക് അനുഗ്രഹിച്ച് അദ്ദേഹത്തിലൂടെ ഉദ്ഘാടനം നടത്തുന്ന ക്ഷണിച്ചപ്പോൾ ഒരു മണിയും കൂടാതെ എപ്പോഴാണ് ആളെ വിളിച്ചു അന്ന് നല്ല തിരക്കുണ്ട് എനിക്കറിയാം. ഇത് ഭംഗിയാക്കി തന്ന അദ്ദേഹത്തിൻ്റെ ഭാഷ നല്ലൊരു കൈകേറി സമ്മാനിച്ചു. അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി കഥകളി കലാകാരനായ സാറായ കോട്ടയം രാജമോഹൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായ നാരായണ നമ്പൂതിരി, അദ്ദേഹം രാവിലെ മുതൽ ശ്രീകണ്ഠപുരയ്ക്ക് നമ്മളോടൊപ്പം അങ്ങേയറ്റം കാര്യമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഭാഷ നല്ലൊരു കൈയടി സമ്മാനിച്ചു. ഇന്നത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രോഗ്രാമാണ് അമ്മയുടെ കഥകളിയാണ്. നമ്മുടെ ഈ പ്രോഗ്രാം ശേഷം ഉണ്ടാവും. ഞാൻ പോസ്റ്റിലൊക്കെ പറഞ്ഞത് ചെറുപ്പത്തിൽ അമ്മയുടെ ഈ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ. നമുക്ക് അമ്മ കഥകൾ കഴിച്ചു എന്നുള്ള ഒരു അറിവിനായിട്ടുള്ള സംഭവം. പിന്നെ അമ്മ ഈ നോക്കുന്നതാണ് പിന്നെ ചിലപ്പോൾ പൊരുത്തക്കേട് കാണിക്കുമ്പോൾ ചിലപ്പോൾ പിന്നെ അപ്പം അല്ലാതെ നമുക്ക് ഇതിന് തെളിവുകളൊന്നുമില്ല അല്ലേ. മോഹൻജദാരോ ഹാരപ്പ സംസ്കാരം പോലെയൊക്കെയാണ് കഥ അമ്മയുടെ കഥകളിൽ. വീട്ടിൽ കുറച്ച് താല്പര്യമൊക്കെ ഉണ്ടായിരുന്നുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പം
ഇതൊക്കെയാണ് ഡിസ്റ്റിലായി. അപ്പം നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ഇതെന്താണ് കാണാറുള്ളത്. അപ്പം അതിന് എന്തെങ്കിലും നമ്മുടെ ആൾക്കാരുടെ ഒരു നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മളെല്ലാവരും കൂടെ നമ്മൾ നോക്കുന്ന ആൾക്കാരുടെ പങ്കെടുക്കാൻ എൻ്റെ പുറത്ത് പോവാം. അല്ലാത്ത ആളുകൾ പങ്കെടുത്തിട്ട് ഈ കഥകളിൽ നമുക്ക് അങ്ങനെയൊക്കെ കുഴപ്പമില്ലാതെ നമ്മളൊക്കെ അല്ലേ എന്നുള്ള ഇതിൽ ഞാൻ ഈ പരിപാടി വെച്ചത്. ഇതെന്താ കൈക്ക് ഏഷ്യാനെറ്റിലെ ന്യൂസായിട്ട് വന്നു, അതുപോലെ മനോരമയൊക്കെ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ ഇത് എന്റെ കയ്യിലൊക്കെ പോയി. വൈകിട്ട് ഞാനിങ്ങളൊക്കെ എത്ര പേര് വരുമെന്ന് എനിക്ക് അറിയില്ല. അപ്പം അതുകൊണ്ട് എന്തായാലും നന്നായി, എന്തായാലും ഭാഗ്യം അങ്ങനൊരു സംഭവം ചെയ്യാനായിട്ട് ഒരവസരം ദൈവം ഒരുക്കി തന്നതിന് അങ്ങേയറ്റം ദൈവയോട് ഉമ്മയോടൊക്കെ നന്ദി പറയുന്നു. നന്ദി പറയേണ്ട കാര്യം വളരെ സന്തോഷം. നമ്മുടെ നല്ലൊരു പ്രോഗ്രാം എല്ലാത്തിനും എൻ്റെ കൂടെ മലങ്കൈയായിട്ട് ഇറങ്ങുകയായിട്ട് മലങ്കൈയായിട്ട് നിൽക്കും എൻ്റെ ഭാര്യ രശ്മിയെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരുപാട് നന്നാണെന്ന് തോന്നുന്നു. ഇത് ഭയങ്കര സന്തോഷം. എല്ലാവരും ഇത്രയും പേരെയും കാണാൻ പറ്റിയില്ല. എല്ലാവരും പലപ്പോഴായിട്ട് ഞാൻ മട്ടി ഒന്ന് കണ്ടിട്ടുണ്ട്, എങ്കിലും ഒന്നിച്ചെല്ലാവരെയും കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. ഞാനും നിങ്ങളുടെ കൂട്ട് ചേട്ടൻ പറയുന്ന കേട്ടൊരു സാധകയായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ദേവിയാണ് എല്ലാം. അപ്പോൾ എല്ലാവരും ഈ സഹകരണം ഇനി ഉണ്ടാവണം. എനിക്ക് സന്തോഷം. കുടുംബത്തോടെ ഭാര്യയും ഭർത്താവും ചെയ്യുന്ന നല്ലതാണെന്നാണ് അല്ലേ? രാമേശ്വര രാമേശ്വരി ശിവനും ദേവിയും ഒന്നിച്ചാണ് സൂര്യ ശിവശക്തിയായിട്ടുള്ള ഭൗതികം അല്ലേ? സൗന്ദര്യലേഖനം ഇത് മുത്തശ്ശൻ സൗന്ദര്യലേഖനം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ശക്തിയാൽ ഏർപ്പെട്ടു നിന്നാൽ ശിവൻ അണുവും അനങ്ങിയിടുവാൻ ശക്തനല്ല എന്ന് പറഞ്ഞാൽ ശിവശക്തിയായിട്ടുള്ള ഭൗതികം സംസ്കൃതം മലയാളത്തിലേക്ക്. അപ്പോൾ നിങ്ങൾ ഒരുപാട് വൈകിട്ട് അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. യൂട്യൂബിൽ സ്ഥിരം കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ? അപ്പം എങ്കിലും നമ്മൾ സത്സംഗം എന്ന് പറയുന്നത് വളരെ 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 പ്രധാനം. നേരിട്ട് നമ്മൾ ആ ദേവിയുടെ ഊർജ്ജമണ്ഡലവുമായിട്ട് സഹകരിക്കാൻ നമ്മൾ പറയുന്ന വാക്കുകളൊന്നും നമ്മൾ ആ വൈബ്രേഷൻ ഫീൽഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ ശക്തി മണ്ഡലമാണ്. ഓർത്തോ പറയുന്നത് ബുദ്ധമണ്ഡലമാണ്. ഒരു വൈബ്രേഷണൽ ഫീൽഡ്, ആ ഫീൽഡിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ എനർജീസ് ആണ്. പല ആളുകൾ നിങ്ങൾ മിക്ക ആൾക്കാർ വന്നിട്ടുള്ള അനുഭവം എനിക്കും പണ്ടുണ്ടായിട്ടുണ്ട്. ഓരോ ആചാര്യന്മാർക്കൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടായിട്ടുള്ള സംഗതിയാണ്. ഞാൻ കുറെ നോട്ടൊക്കെ തയ്യാറാക്കി ഇങ്ങനെ അവിടെ വന്ന് അദ്ദേഹവുമായിട്ട് നല്ല ആചാരമാണ്. അവരുമായിട്ട് നമ്മൾ 2 മിനിറ്റ് ഇവിടെ പോയി നിന്ന് കഴിയുമ്പോൾ വൈബ്രേഷൻ ഫീൽഡിലേക്ക് കഴിയുമ്പോൾ ഒരു കവിത്വം നല്ല ഹാപ്പി ശാന്തം ഇത് തോന്നിയിട്ടുണ്ടാവും. എന്തൊക്കെ സംസാരിക്കുന്നു ഒരുപാട് ആളുകളുണ്ടല്ലേ? എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഇതെന്താണ് ആ വ്യക്തിയുടെ വരുന്നില്ല, ആ വൈബ്രേഷൻ, ആ ചൈതന്യം, ഈശ്വരന്റെ ചൈതന്യം അല്ലേ? എന്റെ എടുക്കല്ലത് ഒരിക്കലും. അവിടെ ദക്ഷിണാമൂർത്തിയുടെ ധ്യാനം അതാണ് അല്ലേ? ഗുരു ശിഷ്യനും ഒന്നും മിണ്ടാതിരിക്കുന്നു. ഉത്തരം തന്നെ ശിഷ്യന്റെ ഉള്ളിൽ തെളിയുന്നു. അതാ ഗുരു എന്നുള്ള വ്യക്തിയല്ല, ഈശ്വരൻ ദേവി തന്നെയാണ് ഗുരു. ആ ദേവിയുടെ ഹയർ വൈബ്രേഷൻ ഫീൽഡിൽ എത്തുമ്പോൾ നമ്മൾ സംശയമില്ലാത്തവരായിട്ട് മാറുകയാണ്. ഈ ലോകത്തെല്ലാം വ്യക്തമാണ്. നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ മനസ്സ് വരുമ്പോൾ നമ്മൾ അറിവില്ലാത്തവരായി മാറും. മനസ്സില്ലെങ്കിൽ എല്ലാം അറിയാവുന്നവരായിട്ട് മാറും. ശരി. സുഷമ അങ്ങനെയല്ല. സുഷമയ്ക്ക് എല്ലാം അറിയാം ഇല്ല. സുഷമ കാണുന്ന എന്തൊക്കെയാണെന്ന് അറിയാവോ? കാണുന്ന എന്തൊക്കെയാണെന്ന് അറിയാവോ? കേൾക്കുന്ന അറിയാമല്ലോ, സ്പർശിക്കുന്ന അറിയാമല്ലോ, മണക്കുന്നതും രുചിക്കുന്നതും അറിയാമല്ലോ. ഇതെല്ലാം അറിയാം. ഒരു ജീവിതം എന്ന് പറഞ്ഞതല്ലേ യജ്ഞത്തിലേക്ക് ലോകത്തെ അനുഭവിക്കുന്നതല്ലേ? സുഷമയ്ക്കെന്തോ അറിയാം. സുഷമയ്ക്കെന്തോ അറിയാൻ വയ്യാത്ത എന്തെങ്കിലും അറിയാൻ വയ്യാത്ത എല്ലാം അറിയാം.
നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ മണ്ണനായി പോകുന്നത്, പൊണ്ണനായി പോകുന്നത്. ചിന്തിക്കുമ്പോഴാണ് പൊണ്ണനാവുന്നത്. അപ്പൊ ഈ ധ്യാനം പറഞ്ഞ ഈ പ്രസന്റിൽ വർത്തമാനകാലത്തിൽ ഇന്ദ്രിയങ്ങൾ നിൽക്കുക, പ്രസന്റിൽ നിൽക്കുക എന്നുള്ളതാണ് ധ്യാനം. കണ്ണോടത്തിന് ചക്രം നിൽക്കുന്നു, മേലിൽ പോകുന്നു. ഇതൊക്കെ രോഗികളെ സൃഷ്ടിക്കുകയാണ്. ക്രിയായോഗ ദീക്ഷ എടുത്തിട്ടുള്ള പല ആളുകളും എടുത്തിരിക്കുന്നത് ശ്രീവിദ്യ എടുത്തിട്ടാണ് നമ്മുടെ കുട്ടികളെ നോർമലാക്കുന്നത്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഒന്നെങ്കിലും കൈകൊണ്ടു ക്രിയായോഗ ദീക്ഷ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. അപ്പം പല ആളുകളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോ ക്രിയായോഗ കുട്ടികളത് ഇതില്ല മുനിസിപ്പാലിറ്റി വാർഡ് പോലെ എല്ലായിടത്തും കൊണ്ടുവരുന്ന എല്ലാവർക്കും കൊടുക്കുമ്പോൾ യോഗ്യതയില്ലാത്തവർക്ക് അല്ലെങ്കിൽ യോഗ്യത എന്നുള്ളത് കുറവായിട്ടല്ല, അത് ആ പ്രായം എത്താതെ അത് കിട്ടിയാൽ പ്രശ്നമാണ്. എല്ലാവർക്കും ഈ സാധനം കൊടുക്കുമ്പോൾ അതിൻ്റെതായ പ്രശ്നമുണ്ട്. എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ ശ്രീവിദ്യയാണ് സത്യത്തിൽ. കാരണം ഇപ്പോൾ ഭൗതികവും ആത്മീയവും ഹാൻഡിൽ ചെയ്യുന്നുണ്ടാണ്. ഭോഗനിഷ്ഠ മോക്ഷന്റെ വ്യവസ്ഥമേവം സുന്ദരി സാധനാനാം. ഭോഗവും മോക്ഷവും ശ്രീവിദ്യാവാസന കിട്ടുമെന്ന് തോന്നുന്നു. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പ്രതിപാദ്യ വിഷയമാണ്. പൈസ, സെക്സ്, ഫുഡ്, ഇതെല്ലാം ശ്രീവിദ്യയിൽ പ്രതിപാദ്യ വിഷയമായതുകൊണ്ടാണ് ഇവിടെ ഇതെല്ലാം കൊടുക്കാൻ പറയും. പക്ഷെ അതും മുകളിലേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആളെ നോക്കണം. ആളുടെ സത്വരസ ഗുണങ്ങളുടെ സാഖ്യവും നോക്കണം. ബേസിക് ടീസ് എന്നാണ് എല്ലാവർക്കും കൊടുക്കും, പാല കൊടുക്കും. അത് കഴിഞ്ഞിട്ടുള്ളത് അവരുടെ ഒരു മാസത്തേക്ക് അനുസരിച്ച് മാത്രമേ കൊടുക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഒരു കക്ഷി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കക്ഷി നിങ്ങൾ ചിലർക്കൊക്കെ അറിയാം, കക്ഷി ഭയങ്കര ഇപ്പോൾ ഞാൻ ബാല ദീക്ഷ കൊടുത്തു, ബാലവരെ കൊടുത്തു. കക്ഷി സ്വന്തമായിട്ട് ഭയങ്കര ദീക്ഷ കൊടുക്കും, ഭയങ്കര ഗുരുവൊക്കെയാണ്. ഇപ്പോൾ പരസ്യങ്ങൾ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇട്ടുകൊണ്ടിരിക്കും. ദീക്ഷയ്ക്ക് 50,000 രൂപയാണ് പുള്ളി വാങ്ങിക്കുന്നത്, ചോദിക്കുന്നത്. നിങ്ങൾ ആരും 35,000 രൂപയ്ക്ക് ദീക്ഷ മാത്രമല്ലല്ലോ, പൂജയിൽ വേറെ സംഭവമൊന്നുമില്ല. ഈ ബാല പറഞ്ഞു കൊടുക്കുന്നതിന് 35,000 രൂപ 50,000 രൂപ പുള്ളിയുടെ റേറ്റ്. കൊടുത്തില്ലെങ്കിൽ ശമിക്കും, എന്താണെന്ന് പറഞ്ഞാൽ ശമിക്കും. എന്നെ കാര്യം ചെയ്ത് ഞാനിതൊന്നും അറിയുന്നില്ല എന്നെ എൻ്റെ അടുത്ത് സംസാരിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ ഉച്ചകാലമുള്ള ശ്രമത്തിലാണ് പുള്ളി പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് ഞാൻ ഒരു കുറച്ച് ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് പരിപാടി വേറെ ആരെങ്കിലും അടുത്ത് പഠിച്ചു അല്ലെങ്കിൽ നമ്മളത് ശരിയാത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി വിധമാണ്, നിങ്ങൾ ഇതുവരെ വ്യക്തമായിട്ട് നിങ്ങൾ എന്തെങ്കിലും എനിക്ക് പറഞ്ഞാൽ പറ്റുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് പഞ്ചദശിത്ത അങ്ങനെ എങ്ങനെയാണ് ഭയങ്കര ദേഷ്യം. അപ്പൊ ഇയാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് മനഃപൂർവ്വമല്ല, അല്ല അത് അവർ കയറി വരുന്ന സ്ഥലത്തിൽ കിട്ടിക്കോളും. ഞാനല്ല ഇവിടുന്ന് ഇടയിൽ കിട്ടും. ദേവി എല്ലാവർക്കും എല്ലാവരും കൂടെ പ്രവർത്തിക്കും, അത്രേ ഉള്ള അതിനകത്ത് കാര്യം. പക്ഷെ നമ്മൾ പ്രായമാവാതെ കിട്ടുന്ന എല്ലാം ഒരു വയസ്സുള്ള കൊച്ചിന് ബിരിയാണി കൊടുത്ത് വരും അല്ലേ എന്ന് പറയുന്നത് പ്രായമാവുമ്പോൾ ആവാതെ കൊടുത്തിരിക്കാൻ നിശ്ചയമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രായോഗികമായി വളരുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതിനാണ് നമ്മൾ ഇങ്ങനെയുള്ള സത്സംഗങ്ങൾ കൂടുതൽ പ്രായോഗികമായി നമ്മുടെ പ്രശ്നം മാറണം. ഞാൻ ഒരുപാട് അമ്പലങ്ങളിൽ പോയി, ഒരുപാട് വഴിപാടുകൾ കഴിച്ചു, ഒരുപാട് പൂജകൾ നടത്തി. എനിക്ക് എന്റെ പ്രശ്നം മാറുന്നില്ല. കാരണം പൂജ നടത്തുമ്പോൾ ഒരു ആശ്വാസം കിട്ടും, കുറച്ച് കഴിയുമ്പോൾ പിന്നെയും പ്രശ്നമാണ്. പിന്നെയും പൂജ നടത്തുമ്പോൾ പ്രശ്നം, ആ ആശ്വാസം കിട്ടും, പിന്നെയും പ്രശ്നമാണ്. അപ്പൊ അതിന് ശാശ്വത പരിഹാരം എന്താണെന്ന് അന്വേഷിച്ച് പോകുമ്പോഴാണ് ഒരു കാലത്ത് കൃത്യമായ ഉപാസനകൾ ആരും പറഞ്ഞു കൊടുക്കുന്നത്. ദീക്ഷ കൊടുത്തു, പൂജ കഴിഞ്ഞു, ആവാഹിച്ച ഭാഗങ്ങളൊക്കെ മാറ്റി ഒരു ആശ്വാസം കിട്ടി. കുറച്ച് പിന്നെ ആ വീട്ടിലോട്ടും അതേ പ്രശ്നങ്ങളിലോട്ടാണ് ഇയാൾ ചെല്ലുന്നത്. അപ്പൊ അതിന്റെ മൈൻഡ് നെഗറ്റീവ് ആവും. അപ്പൊ ജപമൊന്നും കാണത്തില്ല, അല്ലെ തന്നെ എങ്ങനെ ജപിക്കണം അറിയത്തില്ല. ഒരു 100 ജപം ജപിച്ച ഗണപതി, സുബ്രഹ്മണ്യൻ, ഭദ്രകാളി, വിഷ്ണു, ഗുരുവായൂരപ്പൻ, പത്മനാഭസ്വാമി ഇങ്ങനെ 10 പേരായിട്ടായിട്ട് 10ആയിട്ട് ഡിവൈഡ് ചെയ്ത് എനർജി ചേർത്തി പോകാം. അപ്പോൾ ഒരു 40% എനർജി ഉള്ളത് പ്രേതബാധയിലേക്ക് വരികയാണ്. ഈ നെഗറ്റീവ് എനർജിയോട് കാലത്ത് പിടിച്ചിരിക്കാൻ പറ്റും. ഗീതയിൽ ഭഗവാൻ പറയുന്നു, നിങ്ങൾ ദേവന്മാർക്ക് വേണ്ടി എല്ലാം ചെയ്തു, ദേവന്മാർ നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങൾ പരസ്പരം വർദ്ധിച്ചു കൊണ്ടുപോകുന്നു. നമ്മൾ ദേവന്മാരെ ആരാധിച്ചെങ്കിൽ അവർക്ക് എനർജി കിട്ടുന്നു, അതാണ് അവരെ എത്തിയാൽ അല്ലാതെ നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ബ്രെയിൻ ന്യൂറോൺ നെറ്റ്വർക്കിലെ പോസിറ്റീവായിട്ടുള്ള ന്യൂറോൺ കെമിക്കൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ദേവതകളിലേക്ക് നമ്മളിലേക്ക് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഭക്തിയോടെ സ്നേഹത്തോടെ ഉപാസിക്കണമെന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ ഭക്തിയോടെ ബ്രെയിൻ കെമിക്കൽസ് പോസിറ്റീവ് ആക്കി കഴിക്കുന്ന നാമജപമാണ് ദേവിക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ വിഷ്ണുവിന് കിട്ടുന്നത്, ശിവന് കിട്ടുന്നത്.
ഉള്ളിലെ വിഷമദേശി എന്റെ ദുരിതം മാറ്റണേ ഭഗവാനെ, എന്റെ വിഷമിച്ച് നമുക്ക് വിഷമം ഉണ്ടാകുമ്പോൾ അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കരുത്. തെറ്റാണെന്നല്ല, കഴിയുന്ന പോസിറ്റീവായിട്ട് പ്രാർത്ഥിക്കണം, നെഗറ്റീവായിട്ട് പ്രാർത്ഥിക്കരുത്. നമുക്ക് ഡെവലപ്പ് ചെയ്യണമെന്നില്ല. ഇത് ഇത്ര നല്ല ആളുകൾക്കാണ്. അതുകൊണ്ടാണ് ചെല്ലു പറയുന്നത്, ഞാൻ നാമം ജപിക്കുന്നവർ എന്റെ ദുരിതം കൂടുക. അതിന് നാമം ജപിക്കാൻ പേടിയാണ്, അമ്പത്തിപ്പം പേടി പോകുന്നത് ദുരിതം കൂടുക. കാരണം എന്താ, ഈ എനർജി കിട്ടുന്നതല്ലാതെ നെഗറ്റീവ് ബ്രെയിൻ കെമിക്കൽസ് കിട്ടുന്നത് ബാധകമാണ്. അപ്പോഴാണ് ഭക്തിയോടെ ഉപാസിക്കേണ്ടതിന്റെ പ്രാധാന്യം വരുന്നത്. ഗൾഫില് ഭാര്യമാർക്കുള്ള ഭർത്താക്കന്മാരുള്ള ഭാര്യമാർക്കുള്ള നിരുപമ ഗൾഫിലാണ്, കുവൈറ്റിലാണ്. ഭർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ വരുമ്പോ പറയാനല്ല, ചേട്ടാ ചേട്ടൻ പോകണ്ട, ചേട്ടൻ 2 ദിവസം കൂടെ എനിക്ക് എന്ത് പോയാൽ പോലെ എനിക്ക് ചോദിക്കാറില്ലേ, ചേട്ടൻ പോകണ്ട, നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്ന വലിയ സന്തോഷമായിരുന്നു പറയാറില്ലേ? ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ? അപ്പൊ ചേട്ടൻ അടുത്ത പ്രാവശ്യം പറയുന്നത് നീ പറഞ്ഞത് എനിക്ക് ശരിയാണെന്ന് തോന്നി, ഞാനിനി പോകുന്നില്ല. എന്താ മുഖം മാറി അപ്പൊ എന്താ പറയും, അല്ല പോകണ്ട, ചേട്ടൻ ഇവിടെ തന്നെ നിന്നാ മതി, എന്നും പോകണ്ട, ഇവിടെ തന്നെ നിന്നാ മതി പറയോ? ഇല്ല ഇല്ല, ഓക്കെ. അപ്പോ പറയൂ അങ്ങനെ ഇല്ല, ഇനി അങ്ങനൊന്നും വേണ്ട, പോകുന്നില്ല എന്ന് പറഞ്ഞില്ല. പുള്ളിക്കാരൻ ഒരാഴ്ച ലീവിന് വന്നാ 2 ആഴ്ച പോകുന്നില്ല. ചോദിക്കുന്നില്ല എന്തായാലും പോകണം വന്നോ? അപ്പോഴിങ്ങനെ പറയുകയാണ്, നമുക്ക് നീ പറഞ്ഞു ഞാനിവിടെ നിൽക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ എന്ത് പറയും? പോയി പണി എടുക്കണോ? അറിയില്ലേ? അറിയൂലേ? മനസ്സിലാന്ന് പറയും. അതുപോലെ തിരിച്ചും ചില എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സ്നേഹമാണ്, അത് സ്നേഹമാണ്. യഥാർത്ഥ സ്നേഹം എന്തുവാ? കുഞ്ഞുണ്ടോ? കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ മുഖം കാണുന്ന ഒരു അമ്മയ്ക്കുണ്ടാകുന്ന സന്തോഷം, ഇത് അതാണ് യഥാർത്ഥ സ്നേഹം. അൺകണ്ടീഷണൽ ലവ് അല്ലേ? അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അമ്മമാർ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുങ്ങൾ മലനെങ്കിൽ കടച്ചു വലിക്കുമ്പോൾ ഭയങ്കര വേദന ഉണ്ടാവും, പക്ഷേ ദേഷ്യം തോന്നും അമ്മയ്ക്ക്, ഉദ്രവിച്ചാലും തോന്നും. ബന്ധുവിന്റെ വിഷമം തന്നെ. അപ്പൊ ബന്ധുവിന്റെ തലയിൽ നിന്ന് മുടി വലിച്ചത് കുഞ്ഞിന് ചില ബുദ്ധിമുട്ടുള്ളതാണ്, വലിയ കുട്ടിയാണ്. ഞാൻ ആലോചിച്ചത് എങ്ങനെയൊക്കെ സഹിക്കുന്നു. അമ്മയാവുമ്പോ അങ്ങനെയാണ്, അമ്മയാവുമ്പോ അപ്പോ അതാണ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. അത് അവിടെ ഈശ്വരനുണ്ട്, അവിടെ ഈശ്വരനുണ്ട്, അവിടെയാണ് ഈശ്വരൻ. ബാധം പറയാൻ പറ്റില്ല, കാരണം ബാധകളെല്ലാം പറയുന്നില്ല. ഇവർക്ക് ഒരു അച്ഛനോട് അമ്മയോട് അത്ര സ്നേഹം അല്ലേ? ഇവർക്ക് ഭയങ്കര സ്നേഹമാണ്, ഈശ്വരനോട് ഭയങ്കര സ്നേഹമാണ്. ഈ സ്നേഹം എന്നുള്ളത് നമ്മുടെ ബ്രെയിൻ കെമിക്കല് പോസിറ്റീവായിട്ടുള്ള എൻഡോർഫിനൊക്കെ ഉണ്ടാക്കും. ദേഷ്യം, വിഷമം, സങ്കടം, നിരാശ, കുറ്റബോധം, ഭയം, പശ്ചാത്താപം എല്ലാം നെഗറ്റീവാണ്. ഈ സാധനമാണ് ഇപ്പോ അഡ്രിനാലിൻ, കോർട്ടിസോൾ, നോറഡ്രിനാലിനൊക്കെയാണ് തലയിൽ നിൽക്കുന്നത്. വേദന വരുന്നത്, അയ്യോ വേദന എടുക്കുന്നേ, എന്താ ഈ മാറ്റുന്നേ എന്ന് പറഞ്ഞാൽ അത് ബാധയ്ക്കായിരിക്കും അല്ലേ? പക്ഷേ എന്റെ ദേവി വേദന ഭയങ്കരമായിട്ടുണ്ട്, പക്ഷെ എനിക്കറിയാം നീ മാറ്റിത്തരുന്നു, എനിക്കറിയാം നീ മാറ്റിത്തരുന്നത്, എന്റെ കർമ്മഫലങ്ങൾ നീ കുറച്ച് തരികയാണെന്ന് എനിക്കറിയാം. കാൽ മുറിച്ച് കളയുന്നത് ചെറിയ വേദന വന്ന് മാറ്റിത്തരുന്ന നീയാണെന്ന് എനിക്കറിയാം ദേവി. അമ്മേ എന്ന് പറയുന്നത് അവിടെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. പ്രാർത്ഥനയിലെ വ്യത്യാസം, സമർപ്പണത്തോടെയുള്ള പ്രാർത്ഥന. കൊച്ചു കുഞ്ഞിനെ എങ്ങനെയാ സ്നേഹിക്കുന്നത്? കുഞ്ഞിനെ മണക്കും, മണക്കും, കൊച്ചു കുഞ്ഞിനെ കുഞ്ഞിന് സൗണ്ട് അമ്മ അച്ഛ നല്ല സുഖമാണ്, ആനന്ദമാണ്. സ്പർശം, മണം, രുചി, ടച്ച്, കേൾവി, കുഞ്ഞിന്റെ സൗണ്ട്, സ്പർശം നല്ല സുഖമല്ലേ കുഞ്ഞിന്റെ? 5 സെൻസിലൂടെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത്, ശരിയല്ലേ?
അതുപോലുള്ള ഒരു സ്നേഹമാകണം പൂജ. മണിയടി ധൂപം ദീപം 5 സെൻസിലൂടെ ദേവിയെ നമ്മൾ സ്നേഹിക്കുകയാണ് ശരിക്കും പൂജയിലൂടെ ചെയ്യുന്നത്. അവളെ ഡിഗ്രി എത്തോട്ട് വെച്ചോ, വലത്തോട്ട് വെച്ചോ, കൈ അങ്ങോട്ട് പോയോ ഇങ്ങോട്ട് പോയി ഇങ്ങനെയൊക്കെ നോക്കി അയ്യോ അയ്യോ ഞാൻ വെള്ളം കൊടുത്ത് താമസിച്ചില്ലേ, കാലം കേട്ടിട്ട് വന്നപ്പോ ഗണപതി കൊണ്ടിടാൻ പൈസ ഇല്ല, ഗണപതി ചമച്ച് എന്ത് ജീവിതം തുറന്നു തോന്നി, ഭദ്രകാളിക്കിടാൻ പൈസ ഇല്ല, അയ്യോ എന്ത് ജീവിതം ഭദ്രകാലി ചമച്ച്. ഇതാണ് ഒരു ഹിന്ദുവിന്റെ ശരാശരി അവസ്ഥ. ഇതിനാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഈ സ്നേഹത്തോടെ നമ്മുടെ വീട്ടുകാരെ സ്നേഹിച്ചാൽ ചിലപ്പം വീട്ടുകാർക്ക് ഈ ചില മൂടൊക്കെ തെറ്റിയിരിക്കുവാണെങ്കിൽ അവർ തെറ്റെന്തെങ്കിലും പറഞ്ഞിരിക്കും അല്ലേ. അപ്പം ബാധ എങ്ങനെ ബാധ സ്ത്രീയുടെ ബാധ ഞാൻ ചോദിച്ചു വീഡിയോ കണ്ടതാണ് അല്ലേ, ചോദിച്ചു ചേച്ചി എപ്പോഴാ കയറുന്നത് എപ്പോഴാണ്, അപ്പൊ ഈ ചേച്ചിക്ക് എപ്പോഴാണ് കയറാൻ പറ്റാത്തത്, അതിങ്ങനെ ദേവികളെപ്പോഴും ദേവിയുടെ നാമം ജപിച്ചോണ്ട് ആ ദേവിയുടെ ശക്തിയുള്ളതുകൊണ്ടോ കയറാൻ പറ്റത്തില്ല. അതിങ്ങനെ കാലേക്കൂടെ കയറി അവളെ ഇങ്ങനെ നിറഞ്ഞിരിക്കുമ്പോൾ ദേവി നിറഞ്ഞിരിക്കുമ്പോൾ എനിക്ക് അങ്ങോട്ടൊന്നും അടുക്കാനേ പറ്റത്തില്ല. പിന്നെ എപ്പോഴാ ചേച്ചി കയറുന്നത്, ഭർത്താവിന്റെ ഉള്ളിൽ കയറിയുള്ള ചന്ദ്രകൾ. അപ്പൊ എനിക്ക് വിഷമം മനസ്സിലാവും. പാതാലോകം കിടക്കാതെ ആർക്കും ആർക്കെങ്കിലും വളരാൻ പറ്റില്ല. സൂക്ഷ്മ ലോകം എന്നുണ്ട്. രക്ഷകങ്ങളുടെ ഗന്ധർവമാണ്. ഭൂലോകം, ഭൂലോകം, സ്വർഗലോകം, ജനലോകം, തവലോകം, താപസന്മാർഗം, ഋഷിമാർഗം, ഇങ്ങനെ മേൽക്കൂട്ടും താഴോട്ട് അതലം പാതാളം എന്നൊക്കെ താഴോട്ട് ഒക്കെ സൂക്ഷ്മ ലോകം. നമ്മൾ ഇങ്ങനെ അനന്തമായിട്ട് സൂക്ഷ്മത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്കും സ്ഥൂലത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്കും പ്രപഞ്ചം പരിലസിച്ച് ആദിപരാശക്തി പ്രാണൻ ഇങ്ങനെ തിരിഞ്ഞു കിടക്കുക. എങ്ങനെ നമ്മളെ ഞാനുള്ള കോൺഷ്യസ്നെസിന്റെ മുകളിൽ ഈ ബോധത്തെ അറിഞ്ഞാൽ ദേവിയെ അറിയാം, ദേവി നമ്മളിലേക്ക് അനുഗ്രഹം ചെയ്യും. കാശ്മീരി ദേവസിദ്ധാന്തത്തിലേക്ക് തോന്നുന്നില്ല. തൊട്ടാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ നമ്മുടെ അടുത്ത പരിപാടികൾ അതെ ഈ ഒരു ചെയ്യുന്നതിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നമുക്കിടാം. കാരണം അത് തൊട്ട് കഴിഞ്ഞാൽ അതൊരു വലിയ സത്യത്താണ്. നമുക്ക് ഒറ്റ വാക്കിൽ തീർക്കാൻ പറ്റില്ല. ആണവോപായം, ശാന്തോപായം, ശാസ്ത്രോപായം, അനുപായം, 4 ഉപായങ്ങളും 36 ശിവാജി ഭൂമിപര്യന്തമായ 36 തത്വങ്ങളും അതിൻ്റെ അവാന്തര വിഭാഗങ്ങളും എല്ലാത്തിൻ്റെയും മനക്കത്തായ കാശ്മീരിൽ നിന്ന് കിട്ടിയ ഉർവാസാറിൽ നിന്ന് ശിവനിൽ നിന്ന് ദേവിയിലേക്ക്, ദേവിയിൽ നിന്ന് ഉർവാസാറിൽ, ഉർവാസിൽ നിന്ന് ഒരുപാട് ആചാര്യന്മാരുടെ കർമ്മ അഭിനവ ആചാര്യന്റെ കങ്കാലോകം പ്രത്യഭിജ്ഞ ഹൃദയം ലക്ഷ്മൺജു ഇതിലൂടെ വരുന്ന അതുപോലെ ഒരുപാട് ആചാര്യന്മാർ ഉത്പലദേവൻ ഇങ്ങനെയൊക്കെ വസുദത്തൻ ഭക്തകല്ലം കാശ്മീരി സിദ്ധാന്തം ഡീറ്റെയിലായിട്ട് പുസ്തകങ്ങളൊക്കെ അവൈലബിളാണ്. കുറേ എണ്ണം നഷ്ടപ്പെട്ടു, കുറേ എണ്ണം സാഹിത്യന്മാർ കൊണ്ടുപോയി, കുറേ സാഹിത്യന്മാർ അന്ന് പബ്ലിഷ് ചെയ്തു. അവരാണ് കൂടുതൽ പഠിക്കുന്നത്. ശരിക്കും സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡിയാണ് കാശ്മീരി സിദ്ധാന്തം. അതിൻ്റെ ആ ശ്രീവിദ്യയിലേക്ക് നമ്മൾ എത്തുന്നത്. അതാണ് ഒരു സയന്റിഫിക് ആയിട്ടുള്ളത്. ശ്രീവിദ്യയിൽ തന്നെ ഒരുപാട് മാതൃവിഭാഗമുണ്ട്. ദക്ഷിണനാമം കൗളം, ഉത്തരകൗളം, സമയം നിൽക്കുന്നത്. ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഫേസ്ബുക്കിൽ ചെല്ലിവാരി എത്തിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ശങ്കരാചാര്യ സ്വാമി പുരോഗമനം നവീകരിച്ച എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത ആവശ്യമില്ലാതൊക്കെ അന്ധവിശ്വാസങ്ങളെ ഒഴിവാക്കി കറക്റ്റ് ചെയ്തെടുത്താൽ ഒരാൾക്ക് വളരെ വേഗത്തിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന നിസ്സാകാര പദ്ധതിയിലൂടെയാണ് നമ്മൾ ശ്രീവിദ്യയിലെ ആശ്രയിക്കുന്നത്. എനിക്ക് കൗളത്തിൽ സമയത്തിലും തീർച്ചയുള്ള ആളാണ് ശ്രീവിദ്യ. ഞാൻ പഠിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഗുണകരം ആളുകൾക്ക് ഏറ്റവും ബെനിഫിറ്റായിട്ട് തോന്നിയിട്ടുള്ളത് സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ടിൽ മുന്നോട്ട് പോകുന്ന നിസ്സാകാര പദ്ധതിയാണ്. കാര്യം എന്താണ്? ഇവിടെ ശിഷ്യനാണ് പ്രധാനം, ഗുരുവിന്. ശിഷ്യന്റെ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടാണ് നിസ്സാകാരമായിട്ടുള്ളത്. ഇവിടെ ആരെയും ഗുരുവാക്കാം. പുരാണത്തിൽ പറയുന്ന ഒരു പുൽപ്പൊടി പോലും ഗുരുവാണ്. ഗുരുവല്ലാത്തതെന്ത് എന്നാണ് പുരാണം ചോദിക്കുന്നത്. അതാണ് സത്യവും. അതാണ് നിസ്സാകാര പദ്ധതിയിൽ ഒരു കുട്ടിയെ ഗുരുവായിരിക്കും. ഗുരു ഒരു തത്വമാണ്, ഈശ്വരൻ തന്നെയാണ്, ദേവി തന്നെയാണ്, ഇവിടെ ഒരു വ്യക്തിയല്ല. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഗുരുതത്വത്തിന്റെ ഉണർച്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്ന ആളാണ് നിസ്സാകാരത്തിലെ യഥാർത്ഥ ഗുരു. നമ്മുടെ ഉള്ളിലെ ഗുരുതത്വത്തെ ഉണർത്തണം. എന്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ ചെലുത്തിക്കൊണ്ടിരിക്കും.
ഈ ആളുകളൊക്കെ പുസ്തകങ്ങൾ ഗ്രന്ഥങ്ങൾ എഴുതിയതൊക്കെ എങ്ങനെ അവരുടെ ഉള്ളിൽ നിന്നുള്ള നോളജിൽ നിന്നാണ്. ഏറ്റവും താഴെ തട്ടി കിടക്കുന്ന എൻ്റെ മുന്നിലുള്ള ഒരു വ്യക്തിക്ക് പോലും ഇൻഫർമേഷൻസ് കിട്ടുന്ന ഉള്ളിൽ നിന്ന് ഡയറക്റ്റാണ്. ഞാൻ പറയുന്ന കാര്യമൊന്നും എൻ്റേതല്ല, പറഞ്ഞു കഴിയുമ്പോഴാണ് ഇങ്ങനെയുണ്ടെന്ന് അറിയുന്നത്. യൂട്യൂബിൽ മൊബൈലിൽ യൂട്യൂബിൽ കണ്ടിരിക്കുന്ന വെച്ചിട്ട് റെക്കോർഡ് ചെയ്തിട്ടാണ് പലപ്പോഴും സംസാരിക്കുന്നത്. ഈ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞ് ഞാനത് കേട്ട് എഴുതിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇന്റേണലി ഉള്ള ആക്ടിവേഷൻ. അത് ഇവിടെയുള്ള എല്ലാവർക്കും പല ആളുകൾക്കും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പല ആളുകൾക്കും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാധാദോഷമുള്ളവർ ഭാഗ്യവാന്മാരാണ് കണക്കിന് ഏറ്റവും ദുരിതം പിടിച്ചവരവരാണ്. കാര്യം കുണ്ടലിന് റൈസ് ചെയ്തിട്ടുള്ളവർക്കാണ് ബാധ വരുന്നത്. കുണ്ടലിന് റൈസ് ചെയ്താൽ നേരെ മൈൻഡ് സ്റ്റോപ്പ് ആയിട്ടില്ലെങ്കിൽ മൈൻഡിലോട്ട് അങ്ങ് കയറും. എന്നിട്ട് മൈൻഡിലെ ഹാലൂസിനേഷൻ റീലായിട്ട് പോകും. മൈൻഡിലുള്ള ബാധകളെല്ലാം പ്രവേശിക്കും. ഈ കുണ്ടലിനി അല്ലെങ്കിൽ പ്രാണശക്തിയാണ് ദേവതകളുടെ ആഹാരം. നേതൃത്വത്തിൽ പറഞ്ഞില്ലേ, പ്രാണായ സ്വഹ, മഹാനായ സ്വഹ, ജ്ഞാനായ സ്വഹ, പ്രാണം പഞ്ചപ്രാണ ദേവത ആഹരിക്കുന്ന പ്രാണമാണ്. വേറെ കോൺസെൻട്രേഷൻ മൂവ്സ്, എനർജി ഫോളോസ്. നമ്മുടെ ശ്രദ്ധ പോകുന്ന അവിടെ എനർജി ഫോളോ ചെയ്യും. ആ ശ്രദ്ധ കൂടുതൽ കിട്ടാനാണ് മനുഷ്യന്റെ കൂടെ ഒരു മനുഷ്യന് കൊടുക്കുന്ന ഫുഡൊക്കെ ദേവിക്ക് കൊടുക്കുന്ന പൂജാ സമ്പ്രദായം ഉണ്ടായിരുന്നു. ചുമ്മാ സങ്കല്പിച്ചാൽ അത്രയും കോൺസെൻട്രേഷൻ 5 ഇന്ദ്രിയങ്ങളോട് അവിടെ കെട്ടി പ്രാണം നമുക്ക് കിട്ടില്ല. അപ്പൊ അതാണ് പൂജയുടെ ഇമ്പോർട്ടൻസ്. ജപത്തിലൂടെ കിട്ടുന്ന ഊർജത്തിന്റെ 10 ഇരട്ടിയാണ് ഒരു പൂജയിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ മനസ്സിലാവുന്നു ഞാൻ പറയുന്നത്. പക്ഷെ ബുദ്ധിമുട്ട് ഏതാ? പൂജയാണോ ജപമാണോ? ബുദ്ധിമുട്ടുള്ള ഏതാ? പൂജയാണ് ബുദ്ധിമുട്ട്. ഇന്നലെ പൂജ പഠിച്ചു കുറെ ആൾക്കാർ പൂജ പഠിക്കാൻ പഠിച്ചു അല്ലേ? 50 പേര്. എങ്ങനെയുണ്ടാണ് അനുഭവം? കേട്ടില്ല? കേട്ടില്ല? അല്ലേ? ആ, ആത്മാവിനാണെന്നൊന്നും വ്യത്യാസമില്ല. യാജ്ഞവൽക്യ യോഗം ഉപദേശിക്കുന്നത് ഗാർഗി മൈത്രി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് 2 ഭാര്യമാർ. യജമാനും പന്നി ഒന്നിച്ചിരുന്നാണ് യജ്ഞം ചെയ്യുന്നത്, യാഗം ചെയ്യുന്നത്. ഇത് പെണ്ണുങ്ങളെ അവരെ ജപിക്കാറില്ല. ഓം പോലും ജപിക്കലെന്ന് പറയും. കാര്യം തന്നെ പണ്ടുള്ള ആൾക്ക് ഇവരിങ്ങനെ ആത്മീയതയൊക്കെ നിന്ന പിള്ളേരെ അടുത്ത ജനറേഷൻ ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരു ചെറിയ സ്വാർത്ഥബുദ്ധി മാത്രമാണ് എൻ്റെ പിന്നിൽ. ഇതിനകത്തൊരു താല്പര്യം കാര്യം എന്താണെന്നറിയോ അല്ലേ? കഴിഞ്ഞ ദിവസം കോരിയായിട്ട് സംസാരിച്ച വീഡിയോ കണ്ടായിരുന്നു. എത്ര പേര് കണ്ടായിരുന്നു അല്ലേ? നാഗാ സന്യാസിയായിട്ട് എറണാകുളത്ത് വെച്ച് സംസാരിച്ച വീഡിയോ കണ്ടായിരുന്നു. ഇംഗ്ലീഷിലായിരുന്നു. കൊല്ലം കണ്ടു. അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്, സ്ത്രീകള് പുരുഷന്മാരെക്കാൾ ഒരുപാട് പേരെയാണ് ആത്മീയതയിൽ. നമ്മള് ഈ സ്ത്രീകൾ അത്ര ആത്മീയപരമായിട്ട് ഡെവലപ്പ് ചെയ്തെങ്കിൽ കുറെ നാള് മെഡിറ്റേഷൻ ജപമൊക്കെ ചെയ്തെങ്കിൽ പറയുന്നത് മനസ്സിലാവും. അദ്ദേഹം പറയുന്നു അതുകൊണ്ട് തന്നെ അപകടമാണ് ഇവർക്ക് ജപവും മെഡിറ്റേഷൻ കൊടുത്താൽ അവരുടെ സുഖം പിടിച്ച ഈശ്വരന്റെ സുഖം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടുമോ? വീട്ടിലാരെങ്കിലും അറിയിച്ചു തരുമോ? കുട്ടികളുണ്ടാവോ? എന്നൊക്കെയുള്ള സ്വാർത്ഥ ചിന്ത. കുട്ടികളെ നോക്കാൻ ആരുമില്ല. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും എല്ലാം ജലദോഷം എല്ലാം ജപിക്കുന്നുണ്ട് അല്ലേ? എന്തായാലും ജപിക്കും. എന്നാൽ പിന്നെ അത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് രക്ഷപ്പെടും. അതുകൊണ്ടാണ് ഞാനെല്ലാവരും പറഞ്ഞത് എല്ലാവരും രക്ഷപ്പെടട്ടെ. എല്ലാ ദേവിയുടെ മക്കളെല്ലാം ദേവിയുടെ മക്കളാണ്. അവിടെ അങ്ങനെ പ്രത്യേകതകൾ ഒന്നുമില്ല, ഭേദങ്ങളൊന്നുമില്ല അല്ലേ? അപ്പോ നാമം ജപിക്കണം. ഒന്നും നിർത്തലും ശരീരമുള്ളിടത്തോളം കാലം എല്ലാ നാമങ്ങളും ജപിക്കണം. ഗായത്രി മന്ത്രം ജപിക്കണം. ഞാൻ എൻ്റെ കുട്ടിയെ ഗായത്രി ജപം ചെയ്യിക്കാറുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ, ദേവിയാണ് എല്ലാം ജപിക്കുന്നത്. നമ്മളെ എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെ ബാധിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം പലപ്പോഴും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? ഞാൻ എന്നുള്ള തോന്നൽ, ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നുള്ള തോന്നൽ. ഈ തോന്നൽ മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് നിന്നെങ്കിൽ മാത്രമേ നമ്മളുടെ ഈശ്വരീയത പ്രവഹിക്കത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് സ്നേഹിക്കാൻ പറയുന്നത്. സ്നേഹമുള്ളവർക്ക് ഞാനും നീയുമില്ല. ഉണ്ടോ? നമ്മളൊരു കുഞ്ഞിനെ സ്നേഹിക്കുമ്പോൾ ഞാനും നീയുമില്ല. ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ഞാനും നീയുമില്ല. ഈശ്വരനെ സ്നേഹിക്കുമ്പോൾ ഞാനും നീയുമില്ല. അഭേദം.
അവിടെ ബ്രഹ്മാണ്ട പിന്നാണ്ടായിക്കൊണ്ടാവുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ സാധനാ പദ്ധതികളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിന് ശേഷമുള്ള നമ്മുടെ ചർച്ചയിൽ എല്ലാവരും പങ്കെടുക്കണം, അഭിപ്രായങ്ങൾ പറയാം, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. റിസൾട്ട് കിട്ടുന്ന ആളുകളും കിട്ടാത്ത ആളുകളും അവർക്ക് നമുക്ക് ചർച്ച ചെയ്ത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് നമ്മളൊരു കൂട്ടായ്മയാണല്ലേ, കൊടുക്കൽ വാങ്ങലുകളാണിതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ദീർഘമായിട്ടുള്ള ക്ലാസ്സിലേക്ക് പോകുന്നില്ല. ഊണിന്റെ കാര്യങ്ങളൊക്കെ നിലയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. പ്രധാനമായിട്ടും ബേസിക് ആയിട്ട് കാശ്മീരി സിദ്ധാന്തം മൊത്തം പറയാൻ പറ്റിയില്ലെങ്കിലും 1-2 പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. പ്രകാശം വിമർശം. പ്രകാശം എന്ന് പറയുന്ന അതാണ് ശിവൻ എന്ന് പറയുന്നത്. വിമർശം ശക്തിയാണ്, ശക്തി എന്ന് പറയുന്നത്. പ്രകാശമായ ശിവന്റെ ബഹിരുന്മേഷമാണ് ശക്തി. ഉന്മേഷ നിമേഷോത്പന്ന വിപന്ന ഭുവനാവലി. ഉന്മേഷം, നിമേഷം. ഉന്മേഷം എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണു തുറക്കും. ശിവൻ കണ്ണു തുറക്കുമ്പോൾ ഈ പ്രപഞ്ചം ഉണ്ടാകും. ശിവൻ കണ്ണടയ്ക്കുമ്പോൾ സംഭരിക്കപ്പെടും. സത്യത്തിൽ ശിവൻ ഇത് ചെയ്യുന്നു. ശിവൻ നിർഗുണപരബ്രഹ്മമാണ്, ശുദ്ധബോധമാണ്. ശുദ്ധബോധമല്ല, അതിൽ രണ്ടുണ്ടെങ്കിൽ അതിന് ശിവൻ എന്ന് പറയാൻ പറ്റൂല. ദ്വൈതം വന്നു, അപ്പൊ ശക്തി വന്നു. അപ്പൊ ശിവന്റെ മൂവ്മെന്റിനെയാണ് എന്ത് വിളിക്കുന്നത്? ശക്തി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് കൽപ്പസൂത്രം തുടങ്ങുമ്പോൾ സതതം ശിവദാസമാവേശ, ശ്രീചക്ര പൂജ ചെയ്യുന്നതിന് മുമ്പ് ശിവനിലേക്ക് ശിവാവേശം നമ്മളിലേക്ക് ഉണ്ടായിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ശിവബോധത്തിലേക്ക് പ്രവേശിച്ചിട്ട് വേണം ശക്തി ആരാധിക്കാൻ. ഇല്ലേ എന്ത് പറ്റും? നെഗറ്റീവ് ആവും. മന്ത്രം ജപിച്ച് ഒരുപാട് എനർജി ഒന്നും ഉറങ്ങാൻ പറ്റാതെ വന്നവരില്ലേ? അങ്ങനെ നമ്മളിലേക്ക് വന്നപ്പോൾ നമ്മൾ ജപം കുറയ്ക്കാൻ പറഞ്ഞില്ലേ? അപ്പൊ കുറച്ചാ കുഴപ്പമുണ്ടോ? ഞാൻ ഇത്രയും ജപിച്ചുകൊണ്ടിരിക്കുന്നു, പ്രശ്നമാവോ? അത് നിങ്ങൾ കത്തുപോകുന്നതല്ലേ? ആ, അത് ശരിയാ. എന്നാൽ കുറച്ചോ ധൈര്യമായിട്ട് കുറച്ചോ ഒന്നും സംഭവിക്കുന്നില്ല. ശിവനൊന്നും ഓർക്കുന്നില്ല. ഇത്രയും നാൾ ഇന്ന് ഇത്രയും 3000 വിളിച്ചിട്ട് ഇപ്പം നീ 100 വിളിക്കുന്നില്ല, കൊല്ലും എന്നൊന്നും ശിവൻ ചെയ്യുന്നില്ല. ധൈര്യമായിട്ട് കുറച്ചോളം പറഞ്ഞു. കുറച്ചിട്ട് മെഡിറ്റേഷൻ പ്രത്യാഘാത ധ്യാനം കൂടാൻ പറഞ്ഞു. 2 ദിവസം കൊണ്ട് പ്രശ്നം മാറി. 2-3 വർഷമായിട്ട് ഡോക്ടർമാരെ കാണുമ്പോൾ എനർജി തലയിൽ ഉറപ്പില്ല. ഈ ജപിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതിന്റെ പ്രശ്നം എന്ന് മനസ്സിലാവില്ല. കാരണം ജപം നല്ലതെന്നല്ലേ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. കാരണം പുള്ളിയുടെ ആരാധന പറഞ്ഞെന്തോ പ്രശ്നമാണ് പറയുമ്പോൾ കുറച്ചുകൂടെ ജയിക്കാൻ പറ്റും. ഭക്തിയോടെ കുറെ കൂടെ ജപിച്ചു. അപ്പൊ ആ 100 ജപിച്ചുകൊണ്ടിരുന്നത് 350 ആക്കും, 360. അത് കഴിയുമ്പോൾ പിന്നെ പ്രശ്നം കൂടുക. സാറേ ഒരു പിന്നെ പ്രശ്നം, എനിക്ക് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ജപം കുറയുന്നുണ്ടായിരുന്നു. ജപം കുറച്ചുകൂടെ കൂട്ട്. 1008. അപ്പോൾ ഒട്ടും ഉറക്കില്ല. മറ്റേ രാത്രി 2 മണിക്കൂറെങ്കിലും ഉറക്കും, അതുമില്ല. അങ്ങനെ അവസാനം സൈക്കാട്രിക് മെഡിസിൻ എടുത്തു, ഗതിയില്ല. എന്നിട്ടും അതിനെ കവിച്ചുകൊണ്ടിരുന്ന രീതിയിൽ പോവാൻ ഈ എനർജി എല്ലാം ഒത്തിരി പ്രശ്നമായിട്ട് നമുക്ക് കാണാം. ഞാൻ പറഞ്ഞു ജപം പറഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. അയ്യോ അത് കുറച്ച പ്രശ്നമില്ലേ? ഞാൻ പറഞ്ഞു തട്ടിപ്പോവും. ആണാ ജപം നമ്മുടെ എല്ലാം നിർത്താൻ പറ്റില്ല. എല്ലാം നിർത്താൻ പറ്റില്ല. 3 പ്രാവശ്യം ജപിച്ചാൽ ജപിക്കുന്നത്. 3 പ്രാവശ്യം അല്ല, എനിക്ക് പറഞ്ഞപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല, വേറെ ഒരു രക്ഷയില്ല. രക്ഷ കഴിഞ്ഞ് ദീക്ഷ എടുക്കണം. ദീക്ഷ എടുത്ത് ഇങ്ങനെ എങ്ങോട്ടൊന്നും പറയുന്നില്ല, അങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കും. അങ്ങനെ ദീക്ഷ എടുത്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു 3 എണ്ണം ജപിച്ചു. അപ്പോൾ 3 എണ്ണം ജപിച്ചു. കക്ഷിയുടെ പ്രശ്നം മാറില്ല, മരുന്നുമില്ല, മന്ത്രമില്ല, പൂജയില്ല, മന്ത്രവാദമില്ല, ഒന്നുമില്ല. ഇത്രയും പറഞ്ഞു സ്വന്തമാണ്. അപ്പോൾ നമുക്ക് എത്രമാത്രം അപകടകരമായിട്ട് ഈ യൂട്യൂബിലൊക്കെ ധ്യാനങ്ങൾ കൊണ്ടുപോകുന്നത്. യൂട്യൂബിൽ കുറേ ചില സൈറ്റുകളുണ്ട്, മനുഷ്യനെ ദുരിതപ്പെടുത്തി മരിക്കുകയാണ് ധ്യാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടേക്കുക. ആളുകൾ ഒത്തിരി ഇത് ചെയ്തിട്ട് വർത്താവുക. ചീത്തപ്പേര് സനാതനധർമ്മത്തിനാണ്, ദേവീദേവന്മാർക്കാണ്. മനസ്സിലാവുന്നോ? ജപം കൂടിയിട്ട് പ്രശ്നമായാൽ ആരുടെ കുഴപ്പമാണ്? ജപിക്കുന്ന ദേവതയുടെ കുഴപ്പം അല്ലേ? എന്റെ കുഴപ്പമാണെന്ന് പറയുമോ? 49 പേര് വഴിതെറ്റിപ്പോയ 49 പേര് കാത്ത് ഗുരുസ്വാമി സന്നിധാനത്തിന് തെക്കേ ഭാഗത്ത് നിൽക്കുന്നു. എത്രയും വേഗം എത്തിച്ചേരണം. 49 പേർ ഗുരുസ്വാമിയോട് വന്ന് 49 പേർക്കും വഴിതെറ്റി. ഗുരുസ്വാമി എപ്പോഴും ശരിയാണ്, നമ്മളെപ്പോഴും ശരിയാണ്, നമ്മളെ ജപം ശരിയാണ്. ദേവതയുടെ കുഴപ്പമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, അവ മുതലിൽ ഇവന്ന കാലത്ത് അതൊക്കെ കൊണ്ടേ പ്രയോജനമുള്ളൂ. ഈ ദേവതയെ കൊണ്ട് പ്രയോജനമില്ല. അവിടെ പോയി കഴിയുമ്പോൾ അവരുടെ ഒരു ചക്രം കൊടുക്കുന്നു, അതോടുകൂടി അവരുടെ തീരുമാനമായി പിന്നെ കുടുംബം എഴുതി കഴിക്കുന്നു. ഭയങ്കര രസമാണ്. പിന്നെ അതിനകത്ത് പെട്ട്
ഞാൻ ഇതൊന്നും നിന്ദിക്കല്ല കേട്ടോ, ഇത് അർഹിക്കുന്ന പ്രാധാന്യമൊക്കെ അതിന് കൊടുത്താൽ മതി. അല്ലാതെ ശിവനേക്കാളും ദേവിയേക്കാളും ഒക്കെ മേളിലാണ് അവർ പറയുന്നത് പരസ്യത്തില്. അപ്പൊ എന്ത് പോയിട്ട് എന്ത് പറയും? പ്രമേയ സിനിമ ഉണ്ടോ? എന്നെ പോവാൻ അനുവദിക്കണം. കുറച്ചുകൂടെ താഴായിക്കായിട്ട് പോയി, അപ്പൊ ഞാൻ വിടാം. എന്നെ പോവാൻ അനുവദിക്കണം. നിനക്ക് പോവാൻ അനുവാദമില്ല. അവിടെ കൊണ്ട് പറയാം, മനസ്സിലായോ? ഇങ്ങനെ ആരാധിച്ചോണ്ടിരിക്കണം. എന്തായാലും ദൈവാദിനം കൊണ്ട് എനിക്ക് വെള്ളവും വസ്ത്രവും ഒക്കെ കിട്ടിയല്ലോ. ദൈവാദിനം കൊണ്ടോ? ഞാനില്ല എന്റെ വെള്ളവും വസ്ത്രവും അല്ലേ? അതാണ് ഈശ്വരൻ ഓപ്പോസിറ്റാണ്. അതിനെ പിടിച്ചെങ്കിൽ കാര്യം നടക്കത്തുള്ളൂ. കഷ്ടം ടെമ്പററി ആയിട്ടുള്ള ബെനിഫിറ്റുകൾക്ക് വേണ്ടിയിട്ട് കുറേ പോകരുത്. ശാശ്വതമായിട്ടുള്ള ഉയർന്ന ദേവതാ പദ്ധതികളെ ഉപാസിക്കാനുള്ളപ്പോൾ അവരെ പ്രധാനമായിട്ട് ഉപാസിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ പ്രധാന ലക്ഷ്യം. എന്നാൽ കുറച്ച് നാളായിട്ട് സൈഡായിട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ അതൊക്കെ സൈഡായിട്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് ചില ആളുകൾ. പക്ഷെ കഴിവതും ഇതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. മനസ്സിലാക്കി ഭക്തിയോടുകൂടി ഉപാസിക്കുക. ഫേസ്ബുക്കിൽ കാണുന്നതൊന്നും കണ്ട് ഇളങ്ങരുത്. ഇതൊക്കെ പ്രായോഗികത ഇല്ലാത്തവരുടെ ബാലലാവല്യങ്ങളാണ് എന്നും അവർ പുതിയ പുസ്തകം പുരാണ മന്ത്രം പോലെ രുദ്രയാമ മന്ത്രം പോലെ ഒരു പുസ്തകം പൊക്കിയെടുത്ത് അതിനകത്ത് സംസ്കൃത ഡയലോഗൊക്കെ എടുത്തടിച്ച് ഇത് ഭയങ്കര സംഭവമാണ്, ഇപ്പോൾ ഉള്ള ആളുകൾക്ക് ഒന്നും അറിയത്തില്ലെന്നും പണ്ടുള്ളവർക്കൊന്നും അറിയത്തില്ലായിരുന്നെന്നും ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്തും. മനസ്സിലാവുന്നുണ്ട്? ജീവിതത്തില് പണ്ടത്തെ ചില അസമദേവങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന കക്ഷി ഒരു എന്നോട് വിളിച്ചു പറഞ്ഞു, സാറേ ഞാന് പണ്ട് അതൊക്കെ നിർത്തി ഇപ്പൊ സാത്വികമായ രീതിയിലുള്ള ഉപാസനയാണ് ഇപ്പൊ പിന്തുടർന്ന് വരുന്നത്. ഞാൻ അതുകൊണ്ട് പക്ഷെ ജീവിതത്തിൽ അങ്ങോട്ടൊരു വലിയ ഉയർച്ചയില്ല. അതുകൊണ്ട് ആ പണ്ടുണ്ടായിരുന്ന ബലിസമ്പ്രദായം കാര്യങ്ങളൊക്കെ ഈ അധമദേവതകളെ പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു നല്ല കാര്യം, ഓക്കെ. അപ്പൊ അങ്ങനെ പോയി ഏതോ ജോസ്യം പറഞ്ഞത്രേ. ഞാൻ പറഞ്ഞ് അതൊന്നും ആണ് കാര്യം തോന്നുന്നില്ല. മനുഷ്യന് കർമ്മഫലങ്ങളുണ്ട്, അത് അനുഭവിക്കട്ടെ. അപ്പൊ ദുരിതങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നല്ല രീതിയിൽ ഉപാസിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ദേവത മതി, നല്ലൊരു ദേവത മതി. ജീവിതം സ്ലോ ആൻഡ് സ്റ്റഡി ഗ്രോത്ത് ഉണ്ടാവും. പുതിയ വന്നത് ആ പോയി എന്നുള്ള പരിപാടിയല്ല. സ്ലോയിലാണെങ്കിൽ നല്ലൊരു അടിസ്ഥാനപരമായ വളർച്ച ഉണ്ടാകുന്നു. കക്ഷിയൊന്നും കേട്ടില്ല. കക്ഷി ഈ സംഭവം പുനഃസ്ഥാപിച്ച് മുന്നോട്ട് പോയി. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എങ്ങനെ മുന്നോട്ട് പോയി? പണ്ടത്തെ പിന്നത്തെ ദുരിതമായി. മനസ്സിലായി? അപ്പൊ കയ്യിൽ നിന്ന് പോവുകയും ചെയ്ത് വേറെ കുറെ ബാധ്യത വന്നു വിടും. അതിനാണെങ്കിൽ ചെറിയ രീതിയിലൊന്നും അല്ല, അതിന് വലിയ കാശൊക്കെയാണ് ആൾക്കാർ വാങ്ങിക്കുന്നത്. മറ്റേത് ആരെങ്കിലും വെച്ച് ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റും. മറ്റേ ഇത് അവർ തന്നെ പറഞ്ഞാൽ അത് ഭയങ്കര വിഷയമാണ്, ഭയങ്കര. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പൊ ഇതൊക്കെ ഈ ഫേസ്ബുക്കിലെ കണ്ടിട്ട് ധ്യാനിക്കരുത്, യൂട്യൂബിൽ കണ്ട് ധ്യാനിക്കരുത്. കാര്യം എന്താ? ഇതിനകത്തൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ആളുകൾ ഈ പറയുന്ന അവരുടെ സമ്പ്രദായം പ്രൊമോട്ട് ചെയ്യാൻ ബിസിനസിന്റെ ഭാഗമായിട്ടും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മാറ്റങ്ങളോട് ഒരുപാട് ആൾക്കാർ അതിൽ പോയി വീഴും. ഇത് എന്തിനാ? ആളുകൾക്ക് ജ്ഞാനം ഉണ്ടാകാൻ വേണ്ടി ഞാൻ പറയുന്നത്, അല്ലാതെ വേറെ ഒന്നും കണ്ടിട്ടല്ല. നമ്മുടെ പദ്ധതിയിലുള്ള നമ്മുടെ ദേവതയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഒരു നിമിഷം പോലും മാറാതെ ഉപാസിച്ചാൽ എല്ലാം പ്രശ്നമാണ്. ഇന്നല്ലെങ്കിൽ നാളെ. കർമ്മഫലം അനുസരിച്ച് ചിലർക്ക് ഉടനെ ആവും, മറ്റു ചിലർക്ക് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷേ സക്സസ് കനോട്ട് ബി ഡിലേ, മേ ബി ഡിലേ. വിജയം ഒരുപക്ഷെ താമസിക്കപ്പെട്ടേക്കാം, പക്ഷേ നിഷേധിക്കപ്പെടില്ല. നമ്മളിവിടെ എഫർട്ടിന് ഇന്നല്ല നാളെ ബെനിഫിറ്റ് ഉണ്ടാവും, സാമ്പത്തികപരവും ഒക്കെ ആയിട്ടുള്ള ഉയർച്ച ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞ നിമേഷോത്പന്ന വിപന്നമാണ്. കണ്ണു തുറക്കുന്നു. പ്രധാനമായിട്ടും 4 ഉപായങ്ങളാണ് കാശ്മീരി സിദ്ധാന്തം പറയുന്നത്. 4 ഉപായങ്ങൾ. ശാമ്പവോ, ഒന്ന് ആണവ ഉപായം. അണുവിനെ സംബന്ധിച്ച ഉപായം. നമ്മുടെ ശരീരമൊക്കെ അണുവാൻ നിർമ്മിതമാണ് അല്ലേ? ശരീരം കൊണ്ട് ഘടാദികളെ കൊണ്ട് ചെയ്യുന്ന പൂജ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉപാധികൾ വെച്ചുള്ള പൂജകളും കാര്യങ്ങളും എല്ലാം ആണവ ഉപായത്തിലാണ് വരുന്നത്. ഇപ്പൊ ചെയ്ത പൂജ കാര്യങ്ങളെല്ലാം അവിടെ ബാഹ്യമായ ഇന്ദ്രിയങ്ങളെ, നമ്മുടെ ഈ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ച് പ്രസന്റിൽ വന്ന് കണ്ണു തുറന്ന് ദേവതകളെ കണ്ട് പഞ്ചഭൂതങ്ങളെയും പഞ്ചതന്മാത്രകളെയും ബന്ധിപ്പിക്കുന്നു. അപ്പൊ തോട്ട് പ്രോസസ്, ചിന്തകൾ സ്റ്റോപ്പ് ആവും. ചിന്തകൾ സ്റ്റോപ്പ് ആകുമ്പോൾ അതിനകത്ത് കൂടെ ബാധ വരത്തില്ല. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ പ്രസന്റിൽ നിൽക്കാനുള്ള പരിശീലനമാണ് പൂജ, എന്നുള്ള കാര്യങ്ങൾ. ഇത് ആണവ ഉപായത്തിലൂടെയാണ് ഒരാൾ നേടുന്നത്.
പറയുന്നത് പിടിക്കുന്നുണ്ട്. ഇന്ദ്രിയങ്ങൾ തുറന്നു വെച്ചിട്ട് വേണം ദേവതകളെ ഉപാസിക്കാൻ. കണ്ണടച്ചിട്ടല്ല. കാര്യം എന്താ? പലരും ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം എന്താ അറിയാമോ? 5 ഇന്ദ്രിയങ്ങളെ ഉണർത്താനാകണം അമ്പലത്തിൽ പോകുന്നത്. ചെരുപ്പ് ഊരിയിട്ട് സ്പർശം പ്രസന്റ് വരും അല്ലേ? ഒരു ഗർഭിണിയായ പെണ്ണ് തലയിലൂടെ കുടം വെച്ച് എങ്ങനെ നടക്കുന്നു അങ്ങനെ പ്രദർശനം ചെയ്യണമെന്നാണ് പറഞ്ഞാൽ പറ്റും. അവിടുത്തെ മണിയടി അത് മൊത്തം കേൾക്കണം. ധൂപം, ദീപം, വിഗ്രഹം, ഇതെല്ലാം കണ്ടും കേട്ടും 5 ഇന്ദ്രിയങ്ങളെ ആക്റ്റീവാക്കണം. ഒന്നും ചിന്തിക്കരുത്. വേറെ ചിന്ത വരുമ്പോ ദേവിയുടെ രൂപം മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് വീണ്ടും പുറത്തേക്ക് കണ്ണു തുറന്നു തരണം. അങ്ങനെ പ്രസന്റിൽ നിന്ന് വേണം ഉപാസിക്കാൻ. അതിനാണ് ക്ഷേത്രങ്ങളിൽ ദേവതകൾ ഉപയോഗിക്കുന്നത്, ഈ പദ്ധതികൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ അമ്പലത്തോട് ചെല്ലുമ്പോഴേ കണ്ണടച്ച് നാമജപമായിട്ട് പോയാൽ നമ്മുടെ എനർജി ചോർന്നു പോകും. ഇവിടുന്ന് കഷ്ടപ്പെട്ട് അമേരിക്കയിൽ നിന്ന് മാവേലിക്കര വന്നു. അവിടുന്ന് വള്ളം ഇന്നോവയൊക്കെ എടുത്ത് ഗുരുവായൂർ പോയി. എന്തിനാ? ഗുരുവായൂരപ്പനെ കാണാൻ. അവിടെ എത്തിക്കഴിയുമ്പോൾ എന്തുവാ? ഇങ്ങനെ തൊഴിലുകൾ വരുമ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഭഗവാനേ എന്ന് പറഞ്ഞ കണ്ണ നടക്കും. പിന്നെ തെല്ലി മാറ്റി കഴിയുമ്പോൾ കണ്ണു തുറക്കും. ഈ തൊഴിൽ ഞാൻ തൊഴുതില്ല. നമുക്ക് എന്തിനാണ് ഈ അമേരിക്കയിൽ നിന്ന് ഇവിടം വരെ വന്നത്? അങ്ങനെയല്ല. അവിടെ എത്തുമ്പോൾ കണ്ണു തുറന്നിങ്ങനെ സ്കാൻ ചെയ്തിങ്ങനെ വന്നു. അപ്പുറത്ത് പോയിട്ട് കണ്ണടച്ചിട്ട് ആരോഗ്യം വെച്ചിട്ട് എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ചിന്തയൊക്കെ മാറും. പിന്നെ കണ്ണ് തുറന്ന് വിഗ്രഹം തുറന്ന് ഉപാസിക്കും. അങ്ങനെ എനർജി കയറത്തുള്ളൂ. ഒരു ചേട്ടൻ ഞാൻ സഹായിക്കാൻ പോയി കൊണ്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു സഹായിക്കാൻ പൊക്കൊണ്ടിരുന്നപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, പുള്ളി ലളിതാസനമൊക്കെ ജപിച്ചു കഴിഞ്ഞു ഞാനങ്ങ് വീഴുവോ, ഞാൻ ഈ പരിപാടി നിർത്താൻ വലിയ കൊണ്ട് പോയി. വലിയ തന്ത്രിയാണ് പുള്ളി. പറഞ്ഞ് ഇതെല്ലാം കഴിയുമ്പോൾ ഞാനങ്ങ് തളർന്ന് വീഴുവാ. ക്ഷീണം. എന്താണ് കാര്യം എന്ന് കുഞ്ഞിനറിയാവോ? അതിനെന്തെങ്കിലും മാർഗമുണ്ടോ? നിങ്ങൾക്കൊന്നും ഇങ്ങനത്തെ കുഴപ്പമില്ല. അതെ, ഞാൻ നോട്ട് ചെയ്തു. ചേട്ടനെല്ലാം കണ്ണടച്ചിട്ട് ഭക്തിയോട് കൂടിയല്ലേ അതെ കുഴപ്പം. ഇത്രയും ഭക്തി ആത്മാർത്ഥം വേണ്ട എന്ന് പറഞ്ഞാൽ കണ്ണടച്ചിട്ട് വിഷ്വലൈസ് ചെയ്യരുത്. വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ എനർജി ഉള്ളത് പോവാ. നമ്മുടെ മൊബൈലിലെ ചാർജ് തീർന്നൊരു 5% കൂടെ ഉള്ളൂ എന്ന് പറയുമ്പോൾ ബസ്സിലാണ് വീട്ടിലോട്ട് ഇപ്പൊ എത്താറായെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ബ്രൈറ്റ്നസ് കുറച്ച് വെക്കൂലേ? വിഷ്വല് കാണാൻ എനർജി ആവുന്നുണ്ടല്ലേ? അപ്പൊ പകൽ സൂര്യനാണ്, രാത്രിയിൽ അഗ്നിയാണ്. ഇതൊക്കെ തീർന്നു പോകുന്നതാണല്ലേ? എനർജി കൺസപ്ഷൻ അല്ലേ വിഷ്വല് കാണാൻ വേണ്ടി നടക്കുന്നത്? മൊബൈലിൽ LED അല്ലേ? സിനിമ പ്രൊജക്ടറിലും LED പ്രൊജക്ടർ അല്ലേ? ലൈറ്റ് അല്ലേ? പഴയ ഡെസ്ക്ടോപ്പ് PC കമ്പ്യൂട്ടർ പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ്, കറണ്ട് പോയി, UPS കീക്കി അടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പോയി ആ മോണിറ്റർ ഓഫ് ചെയ്യും. കാര്യം എന്താ? കുറെ നേരം നമ്മൾ പാട്ട് കേൾക്കാം. എങ്ങനെ? മോണിറ്റർ വർക്ക് ചെയ്യാതെ. അതുപോലെ തന്നെയാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ വിഷ്വൽ മനസ്സിൽ കാണാൻ വേണ്ടി ഒരുപാട് എനർജി പോകുന്നു. എനർജി കൺസംഷനാണ് നടക്കുന്നത്. പക്ഷെ ഫ്രണ്ടിലുള്ള റിയൽ ആയിട്ടുള്ള ഒരാളെ നോക്കിയാൽ എനർജി കിട്ടും. ഇത് തമ്മിൽ ഡിഫറൻസ് മനസ്സിലാക്കണം. നമ്മളൊരു മൊബൈലിൽ ഒരു പഞ്ചവർണ്ണ തത്തെ കാണുന്നതും ഇപ്പോഴത്തുള്ള ഒരു കാട്ടു ഗുരുവിയെ കാണുന്നതും തമ്മിൽ നോക്കിയാൽ ഏതാണ് മനസ്സിന് സന്തോഷം തരുന്നത്, എനർജി തരുന്നത് ഏതാ? പഞ്ചവർണ്ണ തത്തയാ നമുക്ക് തോന്നില്ല. ഇപ്പൊ ഒരിക്കലും അല്ല. കാര്യം എന്താ? ഇവിടെ ബ്രെയിൻ ഇരട്ടി ജോലി എന്താ? ഈ LED നോക്കിയിട്ട് അതിന്റെ കളർ വിന്യാസം എടുത്തിട്ട് ബ്രെയിൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ചത്ത ഉണ്ടെന്ന് സങ്കല്പിക്കുകയാണ്. എനർജി കൺസപ്ഷൻ അവിടെ നടക്കുന്നത്. പക്ഷെ ഇവിടെ നിന്ന് നോക്കിയിട്ട് തന്നെ എനർജി കയറുക ചെയ്യുന്ന ഗുരുവിയാണെങ്കിൽ പോലും മനസ്സിലാവുന്നുണ്ടോ? അതാണ് പ്രത്യാഹാര ധ്യാനത്തിന്റെ ഇമ്പോർട്ടൻസ്. അത് നമ്മുടെ മാനസിക രോഗങ്ങൾ മാറ്റം പറയാൻ കാരണം. വിപസന ചെയ്യാൻ പറയുന്ന കാര്യം മെഡിറ്റേഷന്റെ ഇമ്പോർട്ടൻസ് അതാണ്. ജപം മാത്രമേ ആളുകൾ ചെയ്തുള്ളൂ. എത്ര പറഞ്ഞാലും മെഡിറ്റേഷൻ ചെയ്യുന്നില്ല. അവിടെയാണ് ഇത് മെനക്കേടാണെന്ന് തോന്നിയിട്ട് എളുപ്പം ജീവിക്കാതെ എളുപ്പം അല്ല. മെഡിറ്റേഷൻ കൂടുതലായിട്ട് ചെയ്യണം. ജപം കുറഞ്ഞാലും കുഴപ്പമില്ല. മെഡിറ്റേഷനാണ് എപ്പോഴും ചെയ്യുന്നത്. അതാ തവണം ശിവദാസ സമാവേശന്റെ കൽപ്പസൂത്രം പറയുന്നത് ഞാൻ പറഞ്ഞു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു. കാരണം അവിടെ 5 ഇന്ദ്രിയങ്ങൾ ആക്റ്റീവ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? വിഷ്വൽസ് കാണാനുള്ള എനർജി പോകുന്നില്ല. അതെല്ലാം കൂടെ ചേർത്ത് കുണ്ടലിൽ റൈസ് ചെയ്യാൻ സാഹചര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതാണ് ആണവോപായം പറഞ്ഞു. ശാക്തോപായമാണ്. പിന്നെ ശക്തിയെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന പ്രാണായാമങ്ങളും നമ്മൾ പ്രാണനെ നിയന്ത്രിക്കുന്ന പരിപാടി എല്ലാം ചെയ്യുന്നത് മനസ്സിനെ ഭാവന ഉപയോഗിച്ച് നമ്മുടെ പ്രാണനെ നിയന്ത്രിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പൂജയിലായാലും നിത്യജീവിതത്തിലായാലും ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയും. ഈ ദേവതകളുടെ ലോകം അതിനെ കൈകാര്യം ചെയ്യുന്നതാണ് ശാക്തോപായം. മനസ്സിലാവുന്നു? ശക്തി എന്ന് പറഞ്ഞാൽ പ്രാണനാണ്. പ്രാണനെ വെച്ചിട്ട് ചെയ്യുന്ന പരിപാടികൾ. അപ്പൊ ഇന്നലെ നമ്മൾ ആ ക്ലാസ്സിൽ ദൂരെ നിന്ന് ഒരാളെ കൊണ്ടൊരു പോയി നൂലുവിട്ട് പിടിച്ചിട്ട് ദൂരെ നിന്നിട്ട് ഞാനത് മന്ത്രം ജപിച്ച് മൂവ് ചെയ്ത് കാണിച്ചു. ശരിയാണോ? നല്ലോണം സ്പീഡിൽ മൂവ് ചെയ്തില്ലേ? ശരിയാണോ? ആ പറഞ്ഞ പരിപാടിയാണ് പ്രാണനെ കൊണ്ടല്ലേ. ഇതാണ് ആ ശാക്തോപായം. പിന്നീട് നമ്മൾ അവിടെ വിജയിച്ചിരുന്ന ജീവിതത്തിൽ രക്ഷപ്പെട്ടു.
അത് വേറൊരാളുണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ പഠിക്കണം. നമ്മൾ ജപിച്ച് വാസിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചാൽ നമ്മൾ പഠിക്കുമ്പോൾ ഈ ദേവിയുടെ ലോകത്ത് തുടരും. ഇല്ലെങ്കിൽ ഇപ്പം മനസ്സിലായി ഈ വീഡിയോക്കകത്തൊക്കെ ഞാൻ കാണിക്കും നമുക്ക് ഭേദമായിട്ടല്ല തിരിഞ്ഞ് നടക്കാം. നമ്മളൊക്കെ ഓരോ ഭേദങ്ങളാണ്, നമുക്ക് ശരീരം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊരു ഭേദമാണ്, പേടിയില്ല. ശരീരം കൊണ്ട് കുഴപ്പമില്ല. ശരീരം വളരെ പേടിയുണ്ട് അല്ലേ? അല്ലേ, ശരീരം വളരെ പേടിയുണ്ട്. എല്ലാത്തിനും പേടിക്കുന്നത്. നമുക്ക് പഞ്ചഭൂതങ്ങൾ അഞ്ചുകൊണ്ട് ജലം, ഈ വായു, ആകാശം, ഭൂമി. ജലം, ഭൂമി, ആകാശം. ജലം, വായു, ആകാശം എന്ന് പറയുന്ന മൈൻഡ്, അതാണ് ഭേദം. ജലതത്വം, ഭൂമിതത്വമാണ് ഈ ശരീരം. നമുക്ക് 5 തത്വമുണ്ട്, അവർക്ക് 3 തത്വമേ ഉള്ളൂ. 3 തത്വമുള്ള അവരെ 5 തത്വമുള്ള നമ്മളെ അല്ലേ പേടിക്കുന്നത്? അല്ലേ? ഒന്നും പേടിക്കണം. വേദനയെല്ലാം കണ്ടവായിരിക്കും. എന്തോ വേണ്ടെന്ന് ചോദിക്കണം. അവർക്ക് പേടിപ്പിക്കാനേ വേണ്ടത്തുള്ളൂ. ഞാൻ ഇവരുടെ സ്വപ്നത്തിൽ കയറി അവളുടെ ശരീരത്തിൽ നിന്ന് ഞാൻ എണീറ്റ് അവളെ തന്നെ നോക്കി ചിരിച്ച് കാണിച്ച് പേടിപ്പിക്കും. വീഡിയോ കാണിച്ചിട്ടില്ലേ? പേടിപ്പിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ കയറി ബ്രെയിൻ കെമിക്കൽസ് നെഗറ്റീവ് ആയിട്ട് പ്രോസസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ പാതാളം കിടക്കാനാണ് ദേവി ഉപാസിക്കുന്നത്. എന്നെങ്കിൽ ഉയർന്ന ജ്ഞാനത്തിൽ ആത്മനത്തിലോട് കിട്ടത്തുള്ളൂ. പഞ്ചകോശ ശുദ്ധിയാണ് നമ്മൾ പറയുന്നത്. 5 കോശങ്ങൾ. അപ്പൊ ശാക്തോപായം മനസ്സിലായല്ലോ? ആണവോപായം, ശാക്തോപായം, ശാംഭവോപായം. അതാണ് നമ്മൾ പറയുന്ന മെഡിറ്റേഷൻ, ധ്യാന പദ്ധതികൾ. 3 ധ്യാനം എന്ന് ചെയ്യാൻ നമ്മൾ പഠിച്ചതില്ലേ? അത് ചെയ്യുന്ന എഫക്റ്റീവ് അല്ലേ? അത് നമ്മുടെ ഉള്ളിലോട്ടുള്ള യാത്രയാണ്. മൈൻഡ് പുറത്തുള്ള ഓർഗനാണ്, അകത്തുള്ള ഓർഗനാണ് മനസ്സ്. അകത്തുള്ള ആണോ? മനസ്സ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഉപകരണമാണോ, ഇന്റേണൽ ആയിട്ടുള്ള ഉപകരണമാണോ, ആന്തരികമായിട്ടുള്ള ഉപകരണമാണോ, ബാഹ്യമായിട്ടുള്ള ഉപകരണമാണോ മനസ്സ്? ബാഹ്യം അല്ലേ? നമ്മൾ വെളിയിൽ കണ്ട നാമരൂപങ്ങളല്ലേ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത്. മനസ്സിലേക്ക് പോയി മനസ്സുള്ളതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ അനുഭവിക്കാൻ പറ്റില്ല. മനസ്സാണോ ഇന്ദ്രിയങ്ങളാണോ ബോധമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? സംഭവമായിട്ട്, ബോധമായിട്ട്, ശരീരമായിട്ട്. ഇന്ദ്രിയങ്ങളാണ് അല്ലേ? ഇന്ദ്രിയങ്ങളുടെ അനുഭവങ്ങൾ, ബോധത്തിൽ വന്ന് തട്ടുന്ന ഇന്ദ്രിയ സംവേദനങ്ങളുടെ അനുഭവങ്ങളിലെ തടസ്സമാണ് മനസ്സ് അല്ലേ? ചിന്തിക്കുമ്പോൾ മണ്ണി ഒഴിച്ചോണ്ട് ഇടിക്കും, വിളിച്ചാൽ അറിയുന്നില്ല. ശരിയാണോ? ആനന്ദം ഉണ്ടാകുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയല്ലേ? മനസ്സിലൂടെ ഉണ്ടാകുന്ന ദുഃഖമാണ്. അപ്പൊ ആനന്ദം ഉണ്ടാകുന്ന ഇന്ദ്രിയം ആക്റ്റീവായിട്ടിരിക്കുന്നു. മൈൻഡ് എക്സ്റ്റേണൽ ഓർഗൻ അകത്ത് വന്നാൽ എന്താ പ്രശ്നം? ഇത്രയൊക്കെ നല്ല ദേവിയുടെ കാര്യം പറയാണ്. ദേവി ഒരു സുന്ദരിയാണ്, 3 പുരത്തിൽ സുന്ദരിയാണ് ദേവി. ദേവി സുന്ദരിയാണല്ലേ? എന്നാലും എന്റെ ഭാര്യ അത്രയും സുന്ദരിയാണ്. പറഞ്ഞോളൂ, അവളെവിടാണ്? ഹലോ, മനസ്സിന്റെ പരിപാടി എന്തുവാ? ഡോർ കീപ്പറിന്റെ പരിപാടി എന്താ അറിയാമോ? ബോധം. ധ്യാനാവസ്ഥയിൽ ഇന്ദ്രിയങ്ങൾ ഓപ്പണായി ഇന്ദ്രിയങ്ങളിലൂടെ അകത്ത് വന്ന ബാഹ്യബോധം, ആന്തരിക ബോധം യോഗം ചെയ്യാൻ, സമാധിയിലേക്ക് എത്താൻ മനസ്സ് സമ്മതിക്കില്ല. മനസ്സിന്റെയും ബാഹ്യബോധം ഇങ്ങനെ പറഞ്ഞ് ചെറുസുന്ദരിയാണെന്ന് പറഞ്ഞു ഗോൾ കീപ്പറിന്റെ പരിപാടി ചെയ്യുന്ന ഗോളിന്റെ പരിപാടി ഉണ്ടോ? ഫുട്ബോളിൽ പിടിച്ചിട്ട് ഗോൾ പോസ്റ്റിലോട്ട് വരാൻ സമ്മതിക്കുന്നില്ല. ബോധമായിട്ട് ബന്ധപ്പെടാനായിട്ട് ഒരിക്കലും സമ്മതിക്കത്തില്ല. മനസ്സിലാവുന്നത്? നമ്മൾ ധ്യാനിക്കുമ്പോൾ സ്നേഹത്തോടെ ധ്യാനിക്കുന്ന പറഞ്ഞാൽ ആ ഒന്നാമത് അവസ്ഥ വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ധ്യാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കണ്ടീഷൻ ഇല്ലാതെ ധ്യാനിക്കുമ്പോൾ ഈ യോഗം സംഭവിക്കും. ചിന്തകളില്ലാതെ, മനസ്സില്ലാതെ ധ്യാനിക്കാൻ നമുക്ക് പറ്റും. ഉപാധികളില്ലാതെ ഉപാസന ചെയ്യുന്ന പറഞ്ഞൊരു കാര്യം അതാണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം അല്ലേ? ഇയാൾ ഭർത്താവിനെ സ്നേഹിക്കുന്നതല്ലേ? നമ്മളെല്ലാം ദേവിയെ സ്നേഹിക്കുന്നു അല്ലേ? എന്റെ ദുരിതം മാറ്റണേ, എന്റെ ബുദ്ധിമുട്ട് മാറ്റണേ. ശരിയല്ലേ? കൈലാസം നന്നാകാനാണെങ്കിൽ ശരീരം പ്രാർത്ഥിക്കുന്നു, പറച്ചിൽ വരെ ഉണ്ടായി. കൈലാസം നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മൾ നന്നാവും എന്നാ എന്റെ അഭിപ്രായം അല്ലേ? ഇങ്ങനെ പറയാം. ശ്രീമാതാ സിംഹാരാജി ശ്രീമത് സിംഹാസനേശ്വരി ചിരഞ്ജീവ സമ്പൂർണ ദേവകാല സത്യത. ഇതിങ്ങനെ പറയണ്ട. ദൈവമേ, എന്റെ 100 കോടിയുടെ പ്രോജക്ട് റെഡിയാക്കി തരണേ. എന്റെ മോളെ കല്യാണം നടക്കണേ. എന്റെ ഭർത്താവിന്റെ ജോലിക്ക് സ്ഥാനക്കയറ്റം കിട്ടണേ. അയലത്തെ അവരെക്കാൾ നല്ലൊരു വീട് എനിക്ക് എന്തെങ്കിലും വെക്കാൻ പറ്റണേ. ഇങ്ങനെ പറയും അല്ലേ? അതിന് എന്റെ ദുരിതം മാറ്റണേ, എന്റെ വിഷമം മാറ്റണേ. എന്റെ ഈഗോയ്ക്ക്, എന്റെ വ്യക്തിത്വം എനിക്കാണ് ഇമ്പോർട്ടൻസ്. ഞാൻ ഇത്രയും നാളും നിന്നെ പ്രാർത്ഥിച്ചിട്ട് ഇതാണടി ഇത് തന്നെ സമർപ്പണമുണ്ടോ, ഭക്തിയുണ്ടോ? ഒന്നിനും അല്ലാതെ ഉപാസിക്കണം. ഇഷ്ടം പ്രകടിപ്പിക്കാൻ വേണ്ടി ദേവി ഉപാസിക്കണം, സമർപ്പണത്തോട് ഉപാസിക്കണം. അങ്ങനെ ഉപാസിക്കുമ്പോൾ നമ്മളിൽ ശാംഭവോപായം പ്രവർത്തിക്കാൻ പറ്റും.
ശംഭുവിനെ സംബന്ധിച്ച് ഉപായം സംഭവമായ ആന്തരികമായ ജ്ഞാനം ഇതിലേക്ക് ലോകവും ഞാനും രണ്ടെന്നുള്ള തോന്നലില്ല. എന്നാൽ ആദ്യം ആണവ ഉപായത്തിൽ ലോകവും ഈശ്വരനും രണ്ടാണ്, ശരിയല്ലേ? ഇതൊക്കെ സെപ്പറേറ്റ് ആണ്. അവിടുന്ന് ലാസ്റ്റില് അനുപായത്തിലേക്ക് എത്തും. എന്താ ഉപായം ഒന്നുമില്ല, എന്താണ് ഈ ആനന്ദ അവസ്ഥയില് ആനന്ദ വിശ്രാന്തി എന്നാണ് അഭിനവഗുപ്താചാര്യൻ പറയുന്നത്. ആ ആനന്ദത്തിൽ പോയി വിശ്രാന്തിയായിട്ട് ആനന്ദത്തിൽ സമാധിയിലിരിക്കുന്ന അവസ്ഥയാണ് അനുപായം. ഇതിന്റെയൊക്കെ റിസൾട്ടാണ് അനുപായം ചുരുക്കം. ഈ ബേസിക് ആയിട്ടുള്ള ഈ 4 കാര്യങ്ങൾ മാത്രം മനസ്സിൽ വെച്ചേക്കുക. പിന്നീട് സങ്കല്പവും 36 തത്വങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഇതിനെ തന്നെ കുറച്ചുകൂടെ യഥാർത്ഥമായിട്ടൊക്കെ ചർച്ച ചെയ്യാൻ ദേവി അനുഗ്രഹങ്ങൾ ഇനിയുള്ള സത്സംഗങ്ങൾ ഉണ്ടാകട്ടെ. ഞാൻ പറഞ്ഞ സത്സംഗങ്ങളിൽ നമ്മൾ ചുമ്മാ വന്ന് ഇരുന്നാൽ മതി, ഒന്നും നോക്കണ്ട. ആ എനർജി നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? ദേവിയുടെ എനർജി കിട്ടുന്നല്ലേ നമുക്കപ്പോൾ? വന്നുകൊണ്ടാണോ ഉപയോഗിക്കുന്നത്? അല്ല, അതാണ് വൈബ്രേഷൻ. ഇത്രയും സാധകരെ വിളിക്കും, ഇത്രയും പേര് ജീവിക്കുന്ന ആളുകൾ ചുമ്മാ ഒരു കൂട്ടമല്ല. കുലം എന്ന് പറയുന്ന ഇതാണ് കുലസങ്കേത പാലിനി എന്ന് പറയുന്ന ദേവിയാണ്. ഞാൻ പറഞ്ഞ വീരഗോഷ്ഠിപ്രിയ, വീര എന്ന് പറയും. എന്താ വീരഗോഷ്ഠി? ഗോഷ്ഠി എന്ന് വെച്ചാൽ എന്താണ്? നോണ്ട് ഗോഷ്ഠി കാണിക്കുക, അങ്ങനെയാണ്? ഇല്ല, ഗോഷ്ഠി എന്ന് പറഞ്ഞാൽ സഭ എന്നാണ്. വീരന്മാരുടെ സഭ. വീരൻ ആരാണ്? ഈ വാതകവുമായിട്ട് യുദ്ധം ചെയ്യുന്ന ആളാണ്. ആര്? വീരൻ. മനസ്സിലാവുന്നുണ്ടോ? തന്റെ തന്നെ ബാധാലോകത്തോട് യുദ്ധം ചെയ്യുന്നവനാണ്. ശത്രു എന്റെ ഉള്ളിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുറത്തുള്ള ആൾക്കാരല്ല, അകത്തോട്ട് യുദ്ധം ചെയ്യുന്നവനാണ് വീരൻ. ചില ആളുകൾ കൂടുതൽ ഫൈറ്റ് ചെയ്യേണ്ടി വരും, ചിലർക്ക് കുറച്ച് മതി. ഇതൊന്നും കണ്ട് വിഷമിക്കരുത്. ഒരിക്കലും മറ്റൊരു സാധകരുമായിട്ട് നമ്മളെ നെവർ അവർ കമ്പയർ ചെയ്യരുത്. ചില വിളിച്ചിട്ട് പറയുന്നത് സാർ അവന്റെ കൂടുതൽ ശാസ്ത്രാർത്ഥം അല്ല, അത് നല്ല കാര്യമല്ല. ഇത്ര ദുഃഖിക്കുന്നു. ഞാനാണ് അവനെ സാധനത്തെ കൊടുത്തത്. എനിക്കിവിടെ ചോദ്യം മുന്നിൽ ഇതൊക്കെ ഉടായ്പാണെന്നാണ് ഇപ്പൊ എന്റെ സംശയം. മനസ്സിലായി? സാറ് ഉടായ്പാണെന്ന് പറയുന്നില്ല എന്നുള്ളത്. കാരണം സാറ് അങ്ങനെയാണെന്നൊക്കെ എക്സ്ട്രാ കൊടുത്തത്. അതുകൊണ്ടാണ് ഞാനല്ലേ ആദ്യം സാറൊന്നും ചെയ്തത് ശരിയാണ്. ഒന്നും ശരിയല്ല സാർ, ഞാൻ ഇത് പറഞ്ഞില്ലെന്നുള്ളൂ. ഒരിക്കലും കമ്പയർ ചെയ്ത് നമ്മൾ കിട്ടിയതിൽ സംതൃപ്തനാണ്. എന്തെങ്കിലും പോസിറ്റീവ് അനുഭവം ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും, അതിൽ സംതൃപ്തനായിട്ട് കൂടുതൽ നന്ദി പറയണേ. മനസ്സിലാവുന്നു? അങ്ങനെ നമ്മൾ ഉപാസിക്കുമ്പോഴാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. പരാതികളില്ലാതെ നന്ദി മാത്രം പറഞ്ഞുകൊണ്ട് ഉപാസിക്കണം ദേവി. ഇല്ലെങ്കിൽ മൈൻഡ് വർക്ക് ചെയ്യണം. അതിനോട് ബാധകൾ. അപ്പോൾ യോഗശക്തവർക്ക് നിരോധനം എന്ന് പറയുന്ന സംഭവിക്കും. സാക്ഷാത്കാരത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കള്ളം പറയാൻ പാടില്ല എന്നുള്ളത് കാശ്മീർ സിദ്ധാന്തത്തെ കുറിച്ച് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു. അത് കുറച്ചെങ്കിലും പ്രയോജനപ്പെടുന്നതാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ട് നാളേക്കായി വിടുക. ഇതൊരു ലൈറ്റ് വർക്കേഴ്സ് എന്ന് പറയും. ഇതൊരു ആർമിയാണ്. ഇത് ബാധകതയുള്ള ആർമി. ഇത് ഈശ്വര ദേവിയിലേക്ക് അടുപ്പിക്കുന്ന ഒരു ആർമിയാണ്. ശരിയല്ലേ? ആർമിയല്ല. ഇവിടെ തിരിച്ച് സോഫ്റ്റ് കോർണേഴ്സ് ഒന്നുമില്ല. അതെനിക്ക് തീരെ പൈസ ഭയങ്കര പ്രശ്നമാണ്. തിരിച്ചെടുത്ത് ആദ്യം ജപിച്ച് ആദ്യമൊക്കെ നല്ല സുഖമായിട്ട് ഇപ്പൊ ശകലം പ്രശ്നമാണ്. പ്രശ്നം പറ്റി നാമജപമൊക്കെ ഫൈറ്റിംഗ് ആണ്. യുദ്ധം ചെയ്ത് പോകുമ്പോൾ കൂട്ടത്തിൽ വീണ് കിടന്നാൽ ചിലപ്പോൾ എടുക്കാൻ നമ്മളെ പണി പോകും. ജപിക്കാതെ പിന്നെ പാത പിടിച്ചോട്ട് കയറി വന്നിട്ട് പിന്നെ ഞാൻ രാത്രി 4 മണിക്കൂർ ഇത് മെഡിറ്റേറ്റ് ചെയ്തോളാം. അത് പള്ളി പറഞ്ഞിട്ടുണ്ട്. അത് ആളുകൾക്ക് കൊടുക്കണത് ആവശ്യക്കാരുണ്ട്. മണി പിടിച്ചിരുന്നിട്ട് നെഗറ്റീവ് എനർജിയായിട്ട് നമുക്കുണ്ടായ കാര്യമുണ്ടോ? 3 മണിക്കൊക്കെ ഞാൻ മെസ്സേജ് ചെയ്തത്. അപ്പോൾ വിളിച്ചിട്ട് ഓരോ ആരെങ്കിലും 3 മണിക്കൊക്കെ മെസ്സേജ് ചെയ്യുന്നവരുണ്ട്. ഓരോ തമാശയൊക്കെ പറയുന്നത് നമ്മൾ വലിയ കാര്യമായിട്ട് എടുത്ത് നോക്കുമ്പോൾ ഗുഡ് മോർണിംഗ്. ഇതൊക്കെ ഒരു 3:30 4 മണിക്ക് കാണാനുള്ള ശക്തിയില്ല. കാരണം പൂജ കഴിയുമ്പോൾ 12 1 മണി 3 മണി 2 മണിയൊക്കെ ആവുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ചോദിക്കുന്നത് മറുപടി ഞാൻ പറയുന്നത്. അത്യാവശ്യം കാര്യം എഴുതാന്നുള്ളതല്ലാതെ പിന്നെ നമ്മൾ ആ മൊബൈൽ എടുത്ത് തുറന്നു നോക്കാൻ നമുക്ക് മടി വരും. വലിയ കാര്യമായിട്ട് എന്തെങ്കിലും അത്യാവശ്യം കാര്യമെന്ന് വെച്ചാൽ നമ്മളത് മറുപടി കൊടുക്കണം. ഇത് മുതലിന് തലയിൽ കയറി പൊട്ടിത്തെറിച്ചു എന്തോ പ്രശ്നം, ഇതെന്തോ പ്രശ്നമൊക്കെ നോക്കുമ്പോഴാണ് അപ്പൊ എല്ലാവരും കഴിയുന്നതെല്ലാം ഞാൻ മറുപടി കൊടുക്കാറുണ്ട് അല്ലേ? മറുപടി തരാത്ത ആരെങ്കിലും ഉണ്ടോ? മെസ്സേജ് വാട്സാപ്പിൽ ഇട്ടിട്ട് മറുപടി കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? അല്ല, ഒരു ദിവസം ചിലപ്പോൾ താമസിച്ചാൽ പോയി
ഉത്തമ ബോധ്യമുണ്ട് ദേവിയുടെ ഒരു സേവകനാണ്. ആത്മീയത യഥാർത്ഥത്തിലുള്ള ഭാരതീയ ചിന്താധാരയുടെ ഏറ്റവും വലിയ ഗുണമാണ്. യഥാർത്ഥത്തിലുള്ള സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മുടെ കൃഷ്ണാചാര്യ പദ്ധതിയിൽ ഏറ്റവും വലിയ ഗുണം മരിക്കുന്നത് വരെ ഞാനൊരു എൻ്റെ ഗുരുവിൻ്റെ ശിഷ്യനായി. ഇതാണ് ഇപ്പോൾ നമ്മൾ ഉള്ളിൽ വരുന്നത്. നമ്മളെപ്പോഴും ഒരു ശിഷ്യനായി. ഇതാണ് വാദ പഠിക്കാനുള്ള ഏറ്റവും വലിയ തെറ്റ്. നമ്മളെപ്പോൾ ഗുരുവാണോ എന്ന് തോന്നിയോ അപ്പോൾ നമ്മൾ വാദ പഠിക്കും. മുമ്പേ പഠനത്തിലുള്ള ചേർത്തലക്കാരൊക്കെ ഉണ്ടല്ലോ, അറിയാം അല്ലേ? ഞാൻ പറയണ്ടല്ലോ. അപ്പൊ എപ്പോൾ ഗുരുവാണെന്ന് തോന്നിയോ അപ്പോൾ നമ്മൾ വാദ പഠിക്കുന്നതിൽ നാളെ പണിയിട്ടിട്ട് പണി. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. എപ്പോഴും ഞാനെൻ്റെ ശിഷ്യൻ. എൻ്റെ പരമ്പരയിൽ എൻ്റെ അച്ഛനാണ് എൻ്റെ ഗുരു. അദ്ദേഹത്തിൽ നിന്നാണ് എനിക്ക് ഉപാസനകൾ പൂജയൊക്കെ പഠിപ്പിച്ചത്. അദ്ദേഹമാണ് അമ്മയും ഗുരുവാണ്. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മളെന്താണ് എപ്പോഴും നമ്മളെ ഗുരുവിൻ്റെ ശിഷ്യനായിരിക്കാം. ഒരാളൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ശിഷ്യനാണെന്നുള്ള ബോധ്യത്തിൽ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർക്ക് അറിയാം, അവർക്ക് ഉദ്ദേശിച്ച് വേണ്ടത് കിട്ടും, അവർക്ക് നമ്മൾ ഉദ്ദേശിച്ച വേണ്ട കാര്യം. അപ്പോൾ അങ്ങനെയാണ് എപ്പോഴും ശ്രമിക്കുന്നത്. എന്തെങ്കിലും ആഴ്ചകൾ എപ്പോഴെങ്കിലും വരുന്നുണ്ടെങ്കിൽ ശ്രമിക്കണം. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നാണ് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമുക്ക് ഭക്ഷണത്തിലേക്ക് നടക്കാം. ഒരു കോമ്പറ്റീഷൻ എക്സാമാണ് വ്യക്തമായി പോയോന്ന് സംശയമില്ല. സമയമാണ്. എങ്കിലും എല്ലാവർക്കും ആശംസകളുണ്ട്. ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനൊക്കെ എടുക്കണം. അതൊക്കെ ഇതൊക്കെ എന്നെക്കൊണ്ട് പറ്റുമല്ലോ, പ്രായമായില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് സംശയം വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല അമ്മയെ വേഷം തെറ്റി ഒന്ന് കാണുക എന്നുള്ള ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. ഇവിടെ വന്ന് വേഷം കെട്ടി നിന്നാൽ മതി. അല്ലേ? ശരിയല്ലേ? 75 വയസ്സായ ആളുകൾ ചാടി പരശുരാമൻ ഒക്കെ കളിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. പരശുരാമനൊക്കെ കളിക്കുന്നില്ല. കണ്ടിട്ടുണ്ടോ? ഇത്രയും പൊക്കത്തിലാണ് ചാടുന്നത്. നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് പെരിയാൻ നോക്കും. അങ്ങനെയൊക്കെ കളിക്കുന്നത് നടക്കുമോ? അല്ലേ? അപ്പം രാജ്മോഹൻ സാറിനെ കുറിച്ച് ചെയ്യുമ്പോൾ നടക്കുമോ? എനിക്ക് വരിക. എനിവേ, എന്തായാലും രാജ്മോഹൻ സാറിന് അങ്ങേയറ്റം നന്ദി പറയുന്നു. കാരണം അദ്ദേഹം അതുപോലെ എഫർട്ടിട്ടുണ്ട്. ഇതിന് താല്പര്യം കാണിച്ച് വന്നതുകൊണ്ടാണ് ഈ പരിപാടി നടക്കുന്നത്. അദ്ദേഹം വന്ന് എത്ര സമയം നമുക്ക് വേണ്ടിയിട്ട് പ്രാക്ടീസിനൊക്കെ ആയിട്ട് ചെലവഴിച്ചു. വലിയൊരു ഉപാസകനാണ്, വലിയൊരു ഉപാസകനാണ്. ആ ദേവിയുടെ അനുഭവം ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഹൃദയം പറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ചിറ്റ ചേച്ചി എല്ലാവരും നോക്കുന്നത് ദൂരെയാണൊക്കെ. അപ്പോൾ പല സ്ഥലത്തും ഇവിടെ ഏറ്റവും വിദേശത്ത് വന്ന ആരെങ്കിലും പ്രോഗ്രാം വേണ്ടി 4-5 പേരുണ്ട്. കുറേ പേരൊക്കെ പോയി. ഇപ്പം തന്നെ ഇവിടെ 3 പേര്. ഒന്ന് എഴുന്നേറ്റിരിക്കാം, ഒന്ന് എഴുന്നേറ്റിരിക്കാം. നല്ലൊരു കാര്യം സഹോദരനാണ്. അപ്പോൾ ദേവിയുടെ നാമത്തിൽ നമ്മളെല്ലാം ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ പറഞ്ഞിട്ടുള്ളത് ദേവിയുടെ മകൻ മകളായി മാറി ദീക്ഷ എടുക്കുന്നതെല്ലാം വിചാരിക്കണം. പൂർവ്വജന്മാർ കരുതുന്ന ഇതുവരെയുള്ളൂ അല്ലേ? അപ്പൊ അങ്ങനെയാണ് ദേവിയുടെ മക്കളിൽ നമ്മളെല്ലാം. അപ്പൊ നമ്മളൊക്കെയാണ് സഹോദരങ്ങൾ. അതാണ് ഡിഫറൻസ്. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ വന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ വന്ന ആൾക്കാരുടെ കൈവക്കി ബാംഗ്ലൂർ കോയമ്പത്തൂർ അല്ലേ? ശിവമാണ് ബാംഗ്ലൂർ അതെ. ആദിത്യ ഒന്ന് എഴുതില്ലേ? ഒരു നല്ല കൈ. ഇതൊക്കെ അർത്ഥമുണ്ട്. പിന്നെ വടക്കൂന്ന് കണ്ണൂർ ആ ഭാഗത്തുനിന്ന് വന്ന ആൾക്കാരുണ്ടെങ്കിൽ എഴുന്നേറ്റിരിക്കാം. കാസർഗോഡ് ആ ഭാഗത്തുനിന്ന് കണ്ണൂർ അവിടുന്നൊക്കെ ഇങ്ങോട്ടൊക്കെ വരുന്ന ആൾക്കാർ, മലപ്പുറം വരെയുള്ള ആൾക്കാർ എഴുന്നേക്കണം പ്ലീസ്. നല്ലൊരു കൈ. ആളുകളായിട്ടുള്ള കേരളയിലും അവിടെ എല്ലാവരെയും ഒന്ന് എഴുന്നേറ്റിരുന്നു. നല്ലൊരു കൈ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ബാക്കി എല്ലാവരും ഒന്ന് എഴുന്നേറ്റിരുന്നു. ബാക്കി എല്ലാത്തവരും ഉണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞു. എന്ത് മിസ്റ്റേക്കാ? എല്ലാവരും കഴിച്ചു. ആ ദൂരമാണ് എറണാകുളം ദൂരപരിധിയാണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് തിരുവനന്തപുരം മനസ്സിലാവുന്നു. അപ്പൊ എന്തായാലും എല്ലാവരും ദൈവം നന്ദി, നമസ്കാരം. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഇന്ന് റൗണ്ടാണ്. ഒരുപാട് താമസിക്കില്ല, കാരണം പലർക്കും നേരെ
re